ജീവിതത്തെ ഒരുക്കി ഹല്ലേലൂയ ആത്മാവിന്റെ വലിയ സന്തോഷം ഇന്ന് പകൽക്കാലം പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രത്തോടെ തൃക്കരങ്ങളിൽ എല്ലാ വിഷയങ്ങളും ഏൽപ്പിക്കുന്നു നാഥ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, മഹത്വം അങ്ങയ്ക്ക് തരുന്നു. സകലതും യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ സ്വർഗ്ഗപിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രാരംഭമായി ഗീതം ഗീതം ജയ ജയ ഗീതം എന്നുള്ള ഗാനം നമുക്ക് കരങ്ങളെ അടിച്ചാത്മാവിൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ, നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവീൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവീൻ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹ നരനാ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹ നരനാ. ദൈവകോപത്തിൽ വെന്തരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വെന്തരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ, ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവീൻ. നമ്മളെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവീൻ. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനീശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനീശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ, ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവീൻ. നമ്മളെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവീൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പിൻ ഉത്സുകരായിരിപ്പീൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പിൻ ഉത്സുകരായിരിപ്പീൻ. നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാണോ? നമ്മളെ ആത്മനാഥൻ ജീവിക്കവേ അലസത ശരിയാണോ? ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ, ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവീൻ. നമ്മളെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവീൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിപ്പി കതകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. നിങ്ങൾ ഉയർന്നിരിപ്പി കതകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ
വാണിടുവീൻ. പാപം ശാപം സകലവും നീക്കാൻ അവതരിച്ചിഹ നരനായി. പാപം ശാപം സകലവും നീക്കാൻ അവതരിച്ചിഹ നരനായി. ദൈവകോപതീയിൽ വെന്തെറിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപതീയിൽ വെന്തെറിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവീൻ. നമ്മളെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവീൻ. ഉലകമഹാന്മാരകിലും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാരകിലും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവീൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവീൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിപ്പീൻ കതകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. നിങ്ങൾ ഉയർന്നിരിപ്പീൻ കതകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവീൻ. 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 ആമേൻ ഹല്ലേലൂയ. ഈ അനുഗ്രഹീത രാത്രിവേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 8ാമത്തെ രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹീത ദൈവമക്കൾക്കും വിശേഷാൽ 21 ദിവസം ഉപവാസം ആരംഭിച്ച് ഇന്ന് 7ാമത്തെ ദിവസം കഴിഞ്ഞ് 8ാമത്തേതിലേക്ക് നമ്മൾ കടന്നിരിക്കുന്ന ഈ വേളയിൽ അനുഗ്രഹത്തോടെ ഹല്ലേലൂയ ദൈവം നമ്മെ ഈ ദിനങ്ങളിൽ നടത്തി കൊണ്ടുവന്ന എല്ലാ ദൈവജനത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുപോലെ തന്നെ ഭാഗ്യമായി ഉപവസിക്കുന്ന പലരുമുണ്ട്. പല ദൈവദാസന്മാർ പല സഭകളിൽ നിന്ന് നമ്മുടെ മധ്യേ നമ്മോടൊപ്പം ഉപവസിപ്പാൻ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുപോലെ തന്നെ ഹല്ലേലൂയ വേദിയിലായിരിക്കുന്ന പ്രത്യേകാൽ എന്നോടൊപ്പം ശുശ്രൂഷിക്കുന്ന കർത്താവിൻ ദാസൻ പാസ്റ്റർ ജോബിൻ ജോസഫ് അല്ലെങ്കിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് പകലും രാത്രിയിലും നമ്മുടെ മധ്യയെ ശുശ്രൂഷ ചെയ്യുവാൻ, പ്രത്യേകിച്ച് പകൽക്കാലം വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ അല്ല ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ആലോചനയെ ദുർബലമാക്കുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിൻ്റെ ശബ്ദം വ്യക്തമായി ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ കേൾപ്പിക്കുവാനിടയായി. അവൻ നമ്മോടൊരു ആലോചന തന്നാൽ അത് മാറ്റം വരുത്തുവാൻ ഒരുതരം ദൈവവും മാറ്റുകയില്ല, മറ്റാർക്കും കഴിയുകയില്ല. മാത്രമല്ല അവൻ കൈ നീട്ടിയാൽ അത് മടക്കുവാനും ഇടയാകുകയില്ല.
നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ വേണ്ടി കർത്താവ് കരം നീട്ടിയിട്ടുണ്ടെങ്കിൽ അത് മടക്കുന്ന ദൈവമല്ല. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ ആലോചന വ്യക്തമായി ഇന്ന് പകൽക്കാലം നമ്മോട് സഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുവാനിടയായി സംസാരിക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ പാദപിടുത്തലായിരിക്കാം. കർത്താവിൻ്റെ ദാസൻ ഹല്ലേലൂയ റിജി ജോർജ് നമ്മുടെ മധ്യയിൽ ഇന്ന് രാത്രി ശുശ്രൂഷിക്കും. ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം ഹൃദ്യമായി നമ്മോട് ഇടപെടും. അതിൽ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ പാദപിടുത്തലായിരിക്കാം. ചർച്ച് ഓഫ് ഗോഡ് ബയലാ സഭയുമായുള്ള ബന്ധത്തിൽ താൻ ശുശ്രൂഷയിലായിരിക്കുന്നു. എനിക്ക് ആദ്യമായ ഒരു പരിചയമേ ഉള്ളൂ. കർത്താവിൻ്റെ ദാസൻ ജോബിൻ ജോസഫ് പാസ്റ്ററിലൂടെയാണ് പരിചയപ്പെടുവാൻ ഇടയായത്. ഞാനത് പറഞ്ഞത് കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷ കുറച്ചോ മറ്റൊന്നുമല്ല, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഇന്ന് പകൽക്കാലം തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ പാദപിടുത്തലായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്തൃത്വത്തിനെ വളരെ ആദരവോടെ ഇതിന് ശുശ്രൂഷയ്ക്കായി മുന്നോട്ട് ക്ഷണിച്ചു കൊള്ളുന്നു. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. കാലങ്ങൾ ഇനിയും ഏറെയില്ല, പ്രിയന്റെ വീട്ടിൽ പോയിടുവാ. കാലങ്ങൾ ഇനിയും ഏറെയില്ല, പ്രിയന്റെ വീട്ടിൽ പോയിടുവാ. പ്രിയനെ നിങ്ങൾ അറിഞ്ഞിടുകിൽ, ഭൂവതിൽ നമ്മൾ ഏതുമില്ല. പ്രിയരെ നമ്മൾ അറിഞ്ഞിടുകിൽ, ഭൂവതിൽ നമ്മൾ ഏതുമില്ല. കാലങ്ങൾ ഇനിയും ഏറെയില്ല, പ്രിയന്റെ വീട്ടിൽ പോയിടുവാ. ഭക്തരാം വിശ്വാസ വീരന്മാരെണ്ണി, അന്യരാണേ പരദേശികളല്ലോ. ഭക്തരാം വിശ്വാസ വീരന്മാരെണ്ണി, അന്യരാണേ പരദേശികളല്ലോ. കൂടാരത്തിൽ അവർ പാർത്തല്ലോ ദിനവും, സ്വർഗവീട്ടിൽ അവർ പോയിടുവാൻ. കൂടാരത്തിൽ അവർ പാർത്തല്ലോ ദിനവും, സ്വർഗവീട്ടിൽ അവർ പോയിടുവാൻ. കാലങ്ങൾ ഇനിയും ഏറെയില്ല, പ്രിയന്റെ വീട്ടിൽ പോയിടുവാൻ. ആമേ. കാലങ്ങൾ ഇനിയും ഏറെയില്ല, പ്രിയന്റെ വീട്ടിൽ പോയിടുവാൻ. മരണപാതാളത്തെ ജയിച്ച യേശുവിൻ മക്കൾക്കുണ്ടോ മരണഭീതി? മരണപാതാളത്തെ ജയിച്ച യേശുവിൻ മക്കൾക്കുണ്ടോ മരണഭീതി? വെല്ലുവിളിക്കാം ധൈര്യമായിന്ന്, മരണമേ നിന്റെ ജയമെവിടെ? വെല്ലുവിളിക്കാം ധൈര്യമായിന്ന്, മരണമേ നിന്റെ ജയമെവിടെ? കാലങ്ങൾ ഇനിയും ഏറെയില്ല, പ്രിയന്റെ വീട്ടിൽ പോയിടുവാൻ. കാലങ്ങൾ ഇനിയും ഏറെയില്ല, പ്രിയന്റെ വീട്ടിൽ പോയിടുവാൻ. ദൈവം ഞങ്ങളുടെ സങ്കേതവും ബലവും, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളമിരച്ചു കലങ്ങിയാലും ഞങ്ങൾക്ക് ഭയപ്പെടുവാനില്ല. ഒരു നദി കൊണ്ടതിൻ്റെ തോടുകൾ ദൈവനഗരത്തെയും അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെയും സന്തോഷിപ്പിക്കുന്നു എന്ന വചനത്തിനായി സ്തോത്രം. അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു കർത്താവേ.
കഴിഞ്ഞ പകലിൽ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അല്ല, ഞങ്ങളുടെ ഉപവാസം തുടങ്ങിയ അന്ന് മുതൽ ഈ നിമിഷം വരെയും ഞങ്ങളുടെ നടുവിൽ വ്യാപരിച്ച ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം. ഈ ദൈവസഭയെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. 21 ദിവസം ദൈവസന്നിധിയിൽ പൂർണ്ണമായി ആകാരം വെടിഞ്ഞിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, കർത്തൃദാസന്മാരെ ദൈവം ആശീർവദിക്കണമേ. മറ്റു പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവാലോചനകളെ ദൈവം ഞങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഈ സമയം വരെയും ഞങ്ങളെ ശുശ്രൂഷിച്ച അഭിഷക്തനും കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. മറ്റു കർത്തൃദാസന്മാർക്കായി സ്തോത്രം. തിരുവചനത്തിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ പൊരുളുകളെ ദൈവാത്മാവ് തിരിച്ചു തരണമേ, മഹത്വത്തിനാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് ഹല്ലേലൂയ പാടിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുടെ 8ാമത്തെ രാത്രിയിലേക്ക് പ്രവേശിച്ച ഈ യോഗത്തിൽ നിങ്ങളെ വചനത്തിലൂടെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നതിൽ ഞാൻ ഏറെ സന്തോഷമുള്ളയാളാണ്. പകൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ശുശ്രൂഷയിൽ എനിക്ക് സംബന്ധിപ്പാൻ അവസരങ്ങൾ ലഭ്യമായത് ഈ സഭയുടെ തന്നെ ശുശ്രൂഷകനായിരിക്കുന്ന പ്രിയ ജോബിൻ പാസ്റ്റർ മുഖാന്തരമാണ്. എൻ്റെ ശുശ്രൂഷകൾക്ക് ദൈവദാസൻ എപ്പോഴും പ്രോത്സാഹനവും അനുഗ്രഹവും സന്തോഷകരവുമാണ്. കർത്തൃദാസനോട് എൻ്റെ കൃതജ്ഞത അറിയിക്കുകയും സഭയുടെ തന്നെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന പ്രിയ കൊച്ചി പാസ്റ്റർ എന്നെ ആ സമയം മുതൽ എന്നെ വിളിച്ചിരുന്നു. പല ആവർത്തി എന്നെ വിളിച്ച് ഈ ശുശ്രൂഷയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ഇന്നത്തെ എൻ്റെ ശുശ്രൂഷയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയും പ്രത്യേക നല്ല വാക്കുകളിൽ എന്നെ ആശംസിക്കുകയുമൊക്കെ ചെയ്ത കർത്തൃദാസനോട് വളരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു. എല്ലാ ദൈവദാസന്മാർ, ഇതിനകത്ത് അനേക ദൈവദാസന്മാരുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു, മനസ്സിലാക്കുന്നു. എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും കർത്തൃനാമത്തിൽ അറിയിക്കുന്നു. ഈ രാത്രിയിൽ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇംഗ്ലീഷ് ചർച്ചിൻ്റെ പാസ്റ്റേഴ്സായ പല ദൈവദാസന്മാരെയും ഞാൻ കാണുന്നു. പ്രത്യേകിച്ച് ജീച്ചാനോടൊക്കെയുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. രാത്രിയിൽ സമയം, നമ്മുടെ മുൻപിലുള്ള സമയം കർത്താവിൻ്റെ വചനം നമുക്ക് ചിന്തിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വചനഭാഗത്തേക്ക് പോവുകയാണ്. പകൽ വചനം പ്രസംഗിക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളെ ഒരു ഓർമ്മപ്പെടുത്തലിലേക്ക് കൊണ്ടുപോയിരുന്നു. ഈ രാത്രിയിലെ ശുശ്രൂഷകൾക്ക് മുൻപ് മറ്റൊരു ഓർമ്മപ്പെടുത്തൽ ദൈവസഭയെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊന്നുമല്ല, വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പ്രഭാതത്തിൽ പകലിൽ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ശുശ്രൂഷകളിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മുൻപോട്ടുള്ള യാത്രകളെ മുടക്കം വരുത്തുന്ന, വിഘ്നം വരുത്തുന്ന ഒരു പൈശാചിക ലോകമുണ്ട്. ആ ലോകം പല നിലകളിലാണ് നമ്മളെ തേടിയെത്തുന്നത്. പകൽ ഞാൻ പറഞ്ഞു, തെറ്റായ ബോധ്യങ്ങൾ നമ്മുടെ അകത്ത് കൊണ്ടുവന്ന് അവൻ നമ്മളെ വല്ലാതെ തളർത്തും. നമ്മുടെ യാത്രകളിലെ സ്പീഡ് കുറഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം ശ്രദ്ധിച്ചു കൊള്ളണം. തെറ്റായ ആരോപണങ്ങൾ പിശാച് നമ്മുടെ നേരെ അയക്കും. തെറ്റായ ആരോപണങ്ങൾ, തെറ്റായ ബോധ്യം മാത്രമല്ല, തെറ്റായ ആരോപണങ്ങൾ. ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടില്ല, നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മൾ ചെയ്തിട്ടില്ല, പക്ഷേ തെറ്റായ ആരോപണങ്ങൾ അവൻ പ്രചരിപ്പിക്കും. സഭയ്ക്കകത്ത് പ്രചരിപ്പിക്കും, കുടുംബത്തിനകത്ത് പ്രചരിപ്പിക്കും, കൂട്ടുകാരുടെ നടുവിൽ പ്രചരിപ്പിക്കും. അങ്ങനെയൊക്കെയുള്ള ചില അദൃശ്യ ശക്തികൾ നമ്മുടെ പുറകെ ഉണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. എന്താണ് തെറ്റായ ആരോപണം? ദാണ്ടെ ഒരു സഹോദരി പ്രഭാതത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആലയത്തിൽ വന്ന് മുഴങ്കാൽ മടക്കുമ്പോൾ ദാണ്ടെ ആലയത്തിൽ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട ആൾ പറയുകയാണ്, നീ വീഞ്ഞു കുടിച്ചിരിക്കുന്നു, നീ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. തെറ്റായ ആരോപണം. ഈ സഹോദരി ലഹരി ഉപയോഗിച്ചവളോ വീഞ്ഞു കുടിച്ചവളോ അല്ല, പക്ഷേ തെറ്റായ ഒരു ആരോപണം അവളുടെ മേൽ ചാർത്തുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ആരൊക്കെയോ തെറ്റായ ആരോപണങ്ങൾ നിനക്ക് നേരെ എഴുതുവിട്ട അനുഭവങ്ങളുണ്ട്. ഇന്ന് രാത്രി തമ്പുരാൻ അതിനെ ബ്രേക്ക് ചെയ്യാൻ പോകുകയാണ്. തെറ്റായ ആരോപണങ്ങളെ തമ്പുരാൻ പൊളിക്കാൻ പോകുക. ഏലിയുടെ കൊമ്പ് ദൈവം ഒടിച്ചു. സ്തോത്രം, 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 സ്തോത്രം. ഹന്നായ ദൈവം കുപ്പയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ഇന്ന് രാത്രി അങ്ങനെ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ദാണ്ടെ അടുത്ത കേട്ടോ, ദാണ്ടെ ഒരു മനുഷ്യൻ ദൈവകൃപയോടെ ജീവിക്കുമ്പോൾ ഒരു തെറ്റായ ആരോപണം അവന്റെ നേരെ എഴുതുവിട്ടു. എന്താ തെറ്റായ ആരോപണം? ഈ ഭക്തിയൊന്നും അകത്തുനിന്ന് വരുന്നതല്ല, പിന്നെയോ നീ അവൻ എന്തൊക്കെയോ കൊടുത്ത്, എന്തൊക്കെയോ ഭൗതിക നന്മകൾ കൊടുത്തതിൻ്റെ ഹല്ലേലൂയായി ഈ കേൾക്കുന്നത്. സ്തോത്രം. തെറ്റായ ആരോപണമാ. ഭൗതിക നേട്ടങ്ങൾ കൊടുത്തത് കൊണ്ട്, ജോലിയിൽ ശമ്പളം കൂട്ടിയത് കൊണ്ട്, വർധനവ് കൊടുത്തത് കൊണ്ട്, വലിയ സഭയുടെ ശുശ്രൂഷകനായതുകൊണ്ട് ഈ വലിയ ആരാധനകളും ശബ്ദവും, ഇത് തെറ്റായ ആരോപണമാ. കുഞ്ഞെ, നിന്റെ ഭക്തിയുടെ മാനദണ്ഡം
സിദ്ധാന്തം ഇതൊന്നുമല്ല. ആമീൻ. ഇയ്യോബിനോട് പരിശുദ്ധാത്മാവ് പിശാച് ദുഷ്ടനായവൻ ദൈവത്തോട് ഈ തെറ്റായ ആരോപണം ഇട്ടപ്പോൾ തമ്പുരാൻ പറഞ്ഞു, എടാ നീ ഭൗതികത മുഴുവൻ എടുത്തു, അവൻ ആരാണെന്ന് ഞാൻ തെളിയിക്കാം. സ്തോത്രം. ഈ രാത്രി പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിൽ പറയും, ചില തെറ്റായ ആരോപണങ്ങൾ എന്നെക്കുറിച്ച്, കുടുംബങ്ങളെക്കുറിച്ച്, സഭയെക്കുറിച്ച്, വ്യക്തിപരമായ ശുശ്രൂഷകളെക്കുറിച്ചുള്ളതിനെ എല്ലാം തമ്പുരാൻ ഈ 8ാമത്തെ രാത്രിയിൽ എടുത്തു നീക്കാൻ പോകുക. വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ആമീൻ പറഞ്ഞാട്ടെ. തെറ്റായ ആരോപണം എന്നെക്കുറിച്ച് പറഞ്ഞത്, എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞത്, ഭാര്യയെക്കുറിച്ച് പറഞ്ഞത്, ഭർത്താവിനെ കുറിച്ച് പറഞ്ഞത്, എൻ്റെ ജോലിയെക്കുറിച്ച് പറഞ്ഞത്, ഇന്ന് രാത്രി തമ്പുരാൻ തുടച്ചു നീക്കുകയാ, അതിനെ ബ്രേക്ക് ചെയ്യുകയാ. ഈ രാത്രിയിലെ ചിന്തകൾക്ക് ആധാരമായി വായിക്കാം സങ്കീർത്തന പുസ്തകം 15-ാം സങ്കീർത്തനം 1-ാം വാക്യം. വേഗത്തിൽ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. 15-ാം സങ്കീർത്തനം 1-ാം വാക്യം. യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? യഹോവേ നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? വളരെ പരിചിതമായ, ഒട്ടനവധി പ്രാവശ്യം കേട്ട ഒരു സന്ദേശം. വിടുവിക്കുന്ന എല്ലാ ആളുകളുടെയും മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ഏതാണ്ട് മനപ്പാഠം പോലെ പഠിച്ചു വച്ചിരിക്കുന്ന ഒരു വേദശകലമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ആര് വസിക്കും? ഇന്ന് രാത്രിയിൽ നമ്മൾ ആ ചിന്തകൾ ചിന്തിപ്പാനാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. പൊതുവെ സങ്കീർത്തനങ്ങൾ, ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ചൊന്നും ഇന്ന് പകലിലും അത്ര വിവരണങ്ങളൊന്നും തന്നിരുന്നില്ല. കാരണം ഇവിടെ നല്ല വേദ അധ്യാപകന്മാരുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വചനം നന്നായി കൈകാര്യം ചെയ്യുവാൻ കൃപാവരപ്രാപ്തരായ ആളുകളുണ്ട്. എങ്കിലും ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം പങ്കുവെക്കുന്നതിന് മുൻപ് ഒരു അല്പമായ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ സന്ദേശത്തിൻ്റെ ആധികാരികത നിങ്ങളുടെ ഇടയിൽ എനിക്ക് അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. പൊതുവെ ഞാൻ പുസ്തകങ്ങളെക്കുറിച്ചൊരു വലിയ പഠനമൊന്നും നടത്തിയിട്ടുള്ളയാളല്ലെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ സങ്കീർത്തനങ്ങൾ പൊതുവെ നമ്മളെയൊക്കെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ്. വേദപുസ്തകത്തിൽ ഈ സങ്കീർത്തനങ്ങൾ 150 സങ്കീർത്തനങ്ങളാണ്. സങ്കീർത്തനങ്ങളൊന്നും അധ്യായങ്ങളായിട്ട് തിരിച്ചിട്ടില്ല. 15-ാം അധ്യായമെന്നോ 16-ാം അധ്യായമെന്നോ സങ്കീർത്തനങ്ങളെ വിളിക്കാൻ പാടില്ല. കാരണം സങ്കീർത്തനങ്ങളൊന്നും അധ്യായങ്ങളല്ല, സങ്കീർത്തനങ്ങളെല്ലാം പുസ്തകങ്ങളായിട്ടാണ് രചിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ സങ്കീർത്തനങ്ങളെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ ബൈബിളിൻ്റെ ഏതാണ്ട് 19-ാമത്തെ പുസ്തകമായിട്ടാണ് ഈ സങ്കീർത്തനം നിൽക്കുന്നത്. 150 സങ്കീർത്തനങ്ങൾ. ഞാൻ പറയാറുണ്ട്, ഈ സങ്കീർത്തനത്തിൻ്റെ പഴക്കം നോക്കിയാൽ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. പക്ഷേ എങ്കിലും പ്രഭാതത്തിൽ വീഴുന്ന മഞ്ഞ് പോലെ ഒരു കുളിരാണ് ഓരോ സങ്കീർത്തനവും വായിക്കുമ്പോൾ. അത്രത്തോളം ദൈവജനത്തോട് ഇടുക്കി നിൽക്കുന്ന സങ്കീർത്തനങ്ങളാണ്. 10ഓളം എഴുത്തുകാർ, അല്ല 11ഓളം എഴുത്തുകാരുണ്ട്. 10 പേരുടെ പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും. സങ്കീർത്തനം എഴുതിയ 10 പേരുടെ പേരുകൾ ഈ 150 സങ്കീർത്തനം പരിശോധിച്ചാലും കാണാൻ കഴിയും. കോരകപുത്രന്മാർ, ദാവീദ്, മോശ, അഗർ, ഇങ്ങനെ ഓരോരുത്തരുടെയും പേരുകൾ കാണാൻ കഴിയും. എന്നാൽ ഏതാണ്ട് 37 സങ്കീർത്തനങ്ങൾ പേരില്ലാത്തത് കൊണ്ട് അതിന് അജ്ഞാത സങ്കീർത്തനം എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ 11ാമതൊരു കൂട്ടരുമുണ്ട്. അങ്ങനെ 11 പേരാൽ എഴുതപ്പെട്ട 150 സങ്കീർത്തനങ്ങളാണ് ബൈബിളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. യഹൂദനും ക്രിസ്ത്യാനിയും ഒരുപോലെ ഇഷ്ടപ്പെടുകയും വായിക്കുകയും ചെയ്യുന്ന ഏക പുസ്തകം സങ്കീർത്തനമാണ്. മറ്റൊരു പുസ്തകവും യഹൂദൻ വായിക്കാറില്ല. ബൈബിളിലെ യഹൂദൻ വായിക്കുന്ന ഏക പുസ്തകം സങ്കീർത്തനമാണ്. നമ്മളും ഏതാണ്ട് സങ്കീർത്തനമൊക്കെയാണ് കൂടുതലും വായിക്കുന്നത്. ആണ് ഞാൻ ഇന്ന് രാവിലെ ആരോടൊക്കെയോ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ സുവിശേഷ വേല ഇന്ന് വരെ ഒരു ഉപജീവന മാർഗമായി കാണാൻ, അങ്ങനെ കാണുന്നതൊരു തെറ്റൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്ന് വരെ അതിനെ ആ നിലയിൽ സമീപിച്ചില്ലാത്തത് കൊണ്ട് അന്ന് മുതലേ എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടികൾ ചെയ്ത് ജീവിക്കണമെന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ക്രിസ്ത്യൻ ബുക്ക് ഷോപ്പുകൾ പലയിടങ്ങളിലും ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ ബുക്ക് ഷോപ്പുകളുണ്ട്. അപ്പോൾ ഈ ബുക്കുകൾ ഇപ്പം വായന കുറവ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, വരുമാനം വാടക കൊടുക്കണം, ഇരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും കൊടുക്കണം. അപ്പം നോക്കിയപ്പോൾ പുസ്തകം വിറ്റിനി നടക്കത്തില്ല. പെന്തക്കോസുകാർ ബൈബിൾ പോലും വായിക്കാൻ സമയമില്ല, പിന്നെ ഈ പുസ്തകം വായിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ സംഗതി പിടി കിട്ടി, ഇങ്ങനെ നിന്നാൽ ചിലപ്പം പരിപാടി നടക്കത്തില്ല. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഈ പഴയ പുസ്തകം കീറിപ്പോയ, അപ്പം നിങ്ങൾ വിചാരിക്കും അയ്യോ ഫാസ്റ്റർ പറഞ്ഞു വരുന്നത് എന്തായാലും ഒരു സന്തോഷമായി. ഈ കീറിപ്പോയ അല്ലെങ്കിൽ ഈ പേജ് പോയ ബൈബിളുകൾ പലരുടെയും വീടുകളിലുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ പലരുടെയും ബൈബിൾ കണ്ടപ്പോൾ തന്നെ പരുവക്കേട് പോലെ, ഇവിടുത്തെ അല്ല പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു കാര്യം ചെയ്യാം, കീറിയ ബൈബിളുകളൊക്കെ ശരിയാക്കി കൊടുക്കുന്ന, ബൈൻഡ് ചെയ്യുന്ന ഒരു പരിപാടി തുടങ്ങാം. ഞാൻ ബൈൻഡ് ചെയ്ത ബൈബിളാണ് ഈ കാണുന്നത്.
ഈ പരസ്യമല്ല കേട്ടോ, ആരും തന്നു വിടരുത്, കാരണം ഇപ്പോൾ എനിക്ക് കൃത്യമായി എത്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു കാരണവശാൽ നിങ്ങൾ വിചാരിക്കായിരിക്കും ദൈവമേ ഒരു കീറിയ ബൈബിൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് കാലം ഒത്തിരിയായി, കത്തിച്ച് കളയാൻ പറ്റാത്തതുകൊണ്ട് കളയാതെ വെച്ചിരിക്കുന്നത്, ആരെ ഒന്ന് ഏൽപ്പിക്കുമെന്ന് വിചാരിച്ചിരുന്നതാ, തരരുത്, ഞാൻ കൊണ്ടുപോകത്തില്ല. ഓക്കെ, ഞാൻ പറഞ്ഞത്, അപ്പം ഞാൻ ഈ ബൈബിളുകൾ ബൈൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ബോർഡ് വെച്ചപ്പോൾ പല ബൈബിളുകളും വന്നു. ബൈബിളുമായി അടുത്ത ബന്ധമുണ്ടായതുകൊണ്ട് ഞാൻ പല സന്ദർഭങ്ങളിലും ഈ കൊണ്ടുവന്ന ബൈബിൾ ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ വിചാരിക്കും എന്തായാലും വിലപ്പെട്ട സാധനങ്ങൾ മിക്കവാറും ഇതിനകത്താണ് വെക്കുന്നത്, അത് തപ്പിയതല്ല. ഇവർക്ക് ഈ ബൈബിളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാനൊരു ശ്രമം നടത്തിയപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ചയുണ്ട്. പലരുടെയും ബൈബിളിൻ്റെ ഏതാണ്ട് ഈ നടുഭാഗം ഉണ്ടല്ലോ, ഈ നടുഭാഗം ഇങ്ങനെ നിന്നെ കൊല്ലും ഞാനും ചാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് തള്ളി നിൽക്കും. അത് മറ്റൊന്നുമല്ല, സങ്കീർത്തനമാണ്. ഇവർക്ക് കൂടുതലും ഇതുമായിട്ട ബന്ധം എനിക്ക് മനസ്സിലായി. അപ്പം ഞാനും വിചാരിച്ചു എന്നാൽ ഇതിനിൽ നിന്ന് കുറച്ച് വാക്യങ്ങൾ കണ്ടെത്തി പ്രസംഗിക്കാം എന്നൊരാഗ്രഹം മനസ്സിൽ വന്നു. അതുമാത്രമല്ല, നിങ്ങൾ കേട്ടിട്ടില്ലേ, സഭയിൽ സാക്ഷ്യം പറയാനൊരു അവസരം കിട്ടിയാൽ അവസാനം സാക്ഷ്യമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ പറയാറുള്ളൊരു ഒരു പരിപാടിയുണ്ട്, എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മിക്കവാറും ഉരുവിടുന്നത് ഏത് വാക്യമായിരിക്കും? സങ്കീർത്തനത്തിൽ അല്ല, വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് മുദ്ര പൊട്ടിച്ചു, എന്നെ സന്തോഷിപ്പിച്ചു. ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. കാകളമൂതി എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചു, 7-ാം മുദ്ര പൊട്ടിച്ചത്. ഇതൊന്നും നമ്മളെ സന്തോഷിപ്പിക്കാറില്ല. നമ്മളെ കൂടുതലും തെറ്റൊന്നുമില്ല കേട്ടോ, തെറ്റൊന്നുമില്ല. അത്രത്തോളം നമ്മളുമായി ഇഴുകി നിൽക്കുന്ന ഒരു പുസ്തകമാണ് സങ്കീർത്തനം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സങ്കീർത്തനത്തിൽ നിന്ന് തന്നെ ഒട്ടനവധി മെസ്സേജുകൾ തയ്യാറാക്കി. അതിൽ ഒരു സന്ദേശമാണ് 15-ാം സങ്കീർത്തനം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൽ 2 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? ഇന്ന് രാത്രിയിൽ അത് ഒന്ന് കണ്ടെത്തി ഈ 8-ാമത്തെ രാത്രി ക്ലോസ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു അല്പം വിശകലനം ചെയ്ത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. എനിക്ക് ലഭ്യമായ സമയത്തിനുള്ളിൽ എന്നെക്കൊണ്ട് പറ്റുന്ന നിലയിൽ ഞാൻ അത് അവതരിപ്പിക്കണം എന്നാണ് താല്പര്യപ്പെടുന്നത്. അപ്പൊ ഇവിടെ വായിക്കുന്നു, യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? ഇതിനു മുമ്പ് നിങ്ങൾ ഈ വാക്യം വായിച്ചിട്ടുണ്ടാകാം, പ്രസംഗം കേട്ടിട്ടുണ്ടാകാം. അപ്പം ഞാൻ ചോദ്യം ചോദിച്ച് പ്രസംഗിക്കുന്നൊന്നുമില്ല, കാരണം ഇതൊരു ക്ലാസ് ഒന്നുമല്ല. എങ്കിലും എൻ്റെ ഹൃദയത്തിലൊരു ചിന്ത, യഹോവയുടെ കൂടാരത്തിൽ ആര് പാർക്കും? അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർക്കാ വസിക്കാൻ കഴിയുന്നത്? ഒന്ന് ശ്രദ്ധിച്ചേ, ആർക്കാ പറ്റുന്നേ? നിങ്ങൾ പറഞ്ഞ ശരിയാ. എന്താ, ആർക്കൊക്കെ സാധിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവൻ, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. ശ്രദ്ധിക്കണം, നമ്മൾ ഇത്രയും വാക്യം വായിച്ചല്ലോ. ഞാൻ നിങ്ങളോട് ചോദിച്ചതും നമ്മൾ ചിന്തിക്കാൻ പോകുന്നതും, യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? യഹോവയുടെ മന്ദിരത്തിൽ ആര് വസിക്കുമെന്ന ചോദ്യം. 10 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ട് താഴെ പറഞ്ഞിരിക്കുക, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. പർവ്വതത്തിൽ കയറുമെന്നല്ല എഴുതിയിരിക്കുന്നേ. ഹലോ, കൂടാരത്തിൽ കയറാൻ പറ്റുമെന്നല്ല എഴുതിയിരിക്കുന്നത്. ഈ 10 കാര്യങ്ങൾ ചെയ്താൽ കുലുങ്ങിപ്പോകാതെ ജീവിക്കാം. ഹലോ, കോളറൊക്കെ ഒന്ന് നന്നായി പിടിച്ചിട്ട് ജീവിക്കാം. പർവ്വതത്തിൽ കയറാൻ ഇതല്ല വഴി. നമ്മൾ ഇന്ന് വരെ ധരിച്ചു വെച്ചിരിക്കുന്ന ഈ 10 കൂട്ടം കാര്യങ്ങൾ ചെയ്താൽ എങ്ങോട്ട് കയറാമെന്നാ? വിശുദ്ധ പർവ്വതത്തിലും നമ്മൾ ഒരു മടിയും കൂടാതെ വായിച്ചത്. കാരണം ഞാനും അങ്ങനെ തന്നെ വായിച്ചുകൊണ്ടിരുന്നത്. ഈ 10 കൂട്ടം കാര്യം ചെയ്താൽ പർവ്വതത്തിൽ കയറാൻ പറ്റത്തില്ല. ഈ 10 കൂട്ടം കാര്യം അനുവർത്തിച്ചാൽ കൂടാരത്തിൽ പാർക്കാൻ പറ്റത്തില്ല. പിന്നെ കുലുങ്ങിപ്പോകാതെ പാളയത്ത് ജീവിക്കാം. തിരുവനന്തപുരം പട്ടണത്തിൽ കോളറൊക്കെ പിടിച്ചിട്ട്, കാരണം പലിശയ്ക്ക് ഞാൻ കൊടുത്തിട്ടില്ല, കൂട്ടുകാരന് ദോഷമായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഓരോടും കുരള പറഞ്ഞിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അന്തസ്സായിട്ട് ഞായറാഴ്ച ഇങ്ങനെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഞെളിഞ്ഞ് നിൽക്കാം. കാരണം എന്നാ, ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇത് എല്ലാവരും ചെയ്യേണ്ട 10 കാര്യങ്ങളാ. അതുകൊണ്ടാണ് ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ പോയില്ലേലും തങ്കമാമ എങ്ങോട്ട് പോകും? നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ പോയില്ലേലും തങ്കച്ചാൻ എങ്ങോട്ട് പോകും? ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാ പറയുന്നത്. അതുകൊണ്ട് ചില ദിവസങ്ങളിൽ ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പെന്തക്കോസുകാർ പോയില്ലേലും അമ്മായി പോകും.
അമ്മായിയെ ഞാൻ വിവരിക്കുന്നില്ല. ആശുപത്രി നടത്തിയാൽ, അനാഥശാല നടത്തിയാൽ സ്വർഗത്തിൽ പോകാൻ പറ്റുമെങ്കിൽ എന്നേക്കാൾ മുൻപ് ഇവിടുന്ന് പോകാൻ പലരും ഉണ്ടാകും. പക്ഷെ തമ്പുരാൻ പറയുന്നു, അനാഥശാല നടത്തിയത് കൊണ്ടോ, കുരള പറയാത്തത് കൊണ്ടോ, പലിശയ്ക്ക് കൊടുക്കാത്തത് കൊണ്ടോ, സഹോദരനെ നിന്ദിനായി എണ്ണാത്തത് കൊണ്ടൊന്നും കൂടാരത്തിൽ കയറാൻ പറ്റത്തില്ല. കുലുങ്ങിപ്പോകാതെ ജീവിക്കാം. ഹലോ, കുലുങ്ങിപ്പോകാതെ ജീവിക്കാം. അങ്ങോട്ട് കയറാൻ വഴി ഇതല്ല. അതാ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമ്മൾ അതിലേക്ക് വരും. ആ 2 ചോദ്യത്തിന്റെ ഉത്തരം ഇന്ന് രാത്രി കണ്ടെത്തും. ഈ സങ്കീർത്തനം നമുക്കറിയാം. ഈ സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിന് ഒരു നല്ല പശ്ചാത്തലമുണ്ട്, ഒരു നല്ല ചരിത്രമുണ്ട്. ആ ചരിത്രം നിങ്ങളുടെ അകത്ത് തന്നാൽ മാത്രമേ ഈ വാക്യം എനിക്ക് തെളിയിക്കാൻ കഴിയുകയുള്ളൂ. പോയിട്ട് വായിക്കണം. 2 ശമൂവേൽ പ്രവചനം പുസ്തകത്തിൻ്റെയും 3 അധ്യായങ്ങളിലെ ചരിത്രമാണ് 15-ാം സങ്കീർത്തനത്തിലുള്ളത്. നമുക്കറിയാം, ഇസ്രായേൽ എന്ന് പറയുന്ന ജനത എത്രയോ തവണ കേട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രത്യേക ജനമാണ്, ദൈവത്തിൻ്റെ സമ്പത്താണ് ഇസ്രായേൽ. ഈ ഇസ്രായേൽ ജനം പല കാലഘട്ടത്തിലും യുദ്ധങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, യുദ്ധങ്ങൾ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് യുദ്ധത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലും അവരുടെ യുദ്ധങ്ങൾ നയിക്കുവാൻ ദൈവം ഓരോരുത്തരെ എഴുന്നേൽപ്പിക്കും. അവരാണ് മുൻപിൽ നിന്ന് യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ 15-ാം സങ്കീർത്തനത്തിന്റെ ചരിത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഫെലിസ്ത്യ സൈന്യം ഇസ്രായേലിന്റെ നേരെ യുദ്ധത്തിനായി പുറപ്പെട്ടു. അപ്പോൾ ഇസ്രായേലിന്റെ നേതൃത്വം വഹിക്കുവാൻ വേണ്ടി 2 പേർ മുൻപിലേക്ക് വന്നു. അത് മറ്റാരുമല്ല, ഏലിയുടെ മക്കളായ, വീട്ടിൽ പോയിട്ട് ശമൂവേൽ പ്രവചനം വായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്നെല്ലാം അവിടെയുണ്ട്. ഏലിയുടെ മക്കളായ 2 മക്കൾ, പേര് ഓർക്കുന്നുണ്ടോ? ഹൊഫ്നിയും ഫിനെഹാസും. ഇവന്മാർ 2 പേരോട് പറഞ്ഞു, അച്ഛാ ഈ പ്രാവശ്യത്തെ യുദ്ധം ഞങ്ങൾ നയിച്ചോളാം. ഇവന്മാരാണരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഏലി പുരോഹിതനാണേലും ഇവന്മാരിങ്ങനെ എന്തുകൊണ്ടാണ് നടക്കുന്നത്? മുപ്പല്ലിയും കൊണ്ട്. ഈ മുപ്പല്ലിയുടെ പ്രത്യേകത പോലും ഈ വീണ് പോകുന്ന സാധനം എടുത്തിടുക എന്നതാ. പക്ഷെ ഇവന്മാർ അങ്ങനല്ല, എടുത്തോണ്ട് പോകാൻ വേണ്ടിയാ മുപ്പല്ലി ഉപയോഗിക്കുന്നേ. യാഗം, മൃഗം വേകുന്നതിന് മുൻപ് യാഗവസ്തുവിനെ കൊത്തിയെടുത്തുകൊണ്ട്, യാഗസാധനത്തെ അല്ലെങ്കിൽ ആ ഇറച്ചി മാംസത്തെ കൊത്തിക്കൊണ്ടു പോകുന്ന അല്ലെങ്കിൽ കുത്തിയെടുത്തുകൊണ്ട് പോകുന്ന പ്രവണതയുള്ള 2 തലമുറ. ഇറച്ചിയോട് മുമ്പർക്ക് ഭയങ്കര താല്പര്യം. നമുക്ക് പൊതുവെ അങ്ങനെയാണല്ലോ. പ്രത്യേകിച്ച് എനിക്കറിയാം, ഈ ഞങ്ങളുടെയൊക്കെ ഇവിടെ പിന്നെ ഒരു സമ്മിശ്രിതമായ ആളുകളായതുകൊണ്ട് എല്ലാവരും ഇടയ്ക്ക് ഇങ്ങനെ. എന്നാൽ ഞങ്ങളുടെയൊക്കെ എവിടെയാണെങ്കിൽ, ക്രിസ്ത്യൻസ് ആണെങ്കിൽ കണ്ടമാനം ആൾക്കാർ ആ ഏരിയ തന്നെയായിരിക്കും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഈ നമ്മുടെയൊക്കെ ആളുകളുടെ കല്യാണമൊക്കെ വിളിച്ചാൽ അവിടെയുള്ള അക്രൈസ്തവരായ ആളുകളൊക്കെ കൂടെ വരും. കാരണം മറ്റൊന്നുമല്ല, നോൺ വെജ് കഴിക്കാൻ വേണ്ടിയാണ് കൂടുതലും. നിങ്ങളെന്താ മിണ്ടാതിരിക്കുന്നത്? ശരിയല്ലേ? ഞാൻ ഇനിയിപ്പോൾ അബദ്ധം പറഞ്ഞതാണോ? അല്ല, ഞങ്ങളുടെ അവിടുത്തെ ഒരു കാര്യം. ഇന്നലെ ഞാനൊരു കല്യാണം നടത്തി. എൻ്റെ ബ്രദറിൻ്റെ, പപ്പയുടെ അനിയൻ്റെ മോൻ്റെ, അവർ മർത്തോമക്കാരാണ്, ഇവാഞ്ചലിക്കൽ ഒരു അച്ഛനാണ്. അപ്പം പൊതുവേ അവരെങ്ങനെയും ഒന്ന് മണത്തറിഞ്ഞാൽ ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിക്കും, എന്നാ മോൻ്റെ കല്യാണം, എന്നാ സഹോദരൻ. കാരണം ഇതാണ്, ഈ വരുമ്പോൾ ഇച്ചിരി ബീഫും, പണ്ട് ഇല്ല ആരാണ്ട് പറഞ്ഞിട്ട് ഈ പറഞ്ഞിപ്പം ബ്ലീഫ് എന്നാണ് പറയുന്നത്. അത്രത്തോളം വെള്ളം ഇങ്ങനെ അങ്ങ് അകത്തോട് ഇങ്ങനെ അങ്ങ് തുരച്ച് തള്ളുക. കാരണം ഇതിനോട് ഭയങ്കര താല്പര്യം. യുവമാർക്കും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ പാസ്റ്റർ, എനിക്കങ്ങ് രസം തോന്നി. ഈ എൻ്റെ ഒരു സ്നേഹിതൻ ബൈബിളും ഒക്കെ പിടിച്ചോണ്ട് ഒരു പതിവില്ലാതെ വീടിനടുത്തൂടെ ഇങ്ങനെ ഒരു യോഗത്തിന് പോവുക. അപ്പം ഞാൻ ചോദിച്ചു, എടാ നീ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറയുക, ബൈബിളൊക്കെ ഉണ്ട്, എന്നോട് പറയുക, എടാ ഇന്ന് മാംസയോഗം വന്നു. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചാൽ എന്തുകൂടെ നീ പറഞ്ഞേ? അപ്പോൾ പറഞ്ഞ മാംസയോഗം, മാസിയോഗം എന്നാ. പക്ഷെ അവിടെയും എന്താ, പിന്നെ മാംസമില്ലെങ്കിൽ മാസയോഗം ഉണ്ടോ? ഇല്ല. അപ്പോൾ പുള്ളി അതൊരു ഹാസ്യവൽക്കരിച്ച് പറഞ്ഞതാണ്. മാംസയോഗത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളൊരു 3-4 പേര് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചപ്പം എൻ്റെ കൂടിയിരിക്കുന്ന ഒരച്ഛൻ, എനിക്ക് തന്നെ പരിചയമുള്ള ഞങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊരച്ഛൻ. അപ്പോൾ ഈ ഭക്ഷണം ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛൻ ബീഫ് കഴിക്കുമോ? കാരണം ഓർഡർ ചെയ്യാൻ വേണ്ടിയാണ്. ബീഫ് കഴിക്കുമോ? അപ്പോൾ അടുത്തിരുന്ന ആളിൻ്റെ തോളെ തട്ടിയിട്ട് പറയുക, എന്തോ വർത്താനം അറിഞ്ഞ് പാസ്റ്ററെ ചോദിക്കുന്നേ, നടന്നു പോകുന്ന പോത്തിൻ്റെ മേളിൽ പുള്ളി കടുവറുത്തൊഴിച്ച് കഴിക്കുമെന്ന്. ശരിയല്ലയോ? എന്തോ വെപ്രാളമാ ചിലർക്ക്. അപ്പൊ ആ നിലയിൽ ഇതിനോട് വലിയ താല്പര്യം ആളുകൾക്ക്. ഇപ്പൊ ഏതാണ്ട് ഇവന്മാർക്ക് ഏതാണ്ട് ഈ ഒരു സ്വഭാവമാണ്. ഇവന്മാരെ നിങ്ങൾ പരിശോധിച്ച് നോക്കണം. ഇവന്മാർക്ക് ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇറച്ചി എന്നൊക്കെ പറഞ്ഞ ഒരു അമിതമായ സ്നേഹമാണ്. അപ്പൊ ഈ പുള്ളികൾ ഇപ്പോൾ വന്നിട്ട് പറയുകയാ, അച്ഛാ ഈ പ്രാവശ്യത്തെ യുദ്ധം ഞങ്ങളാ നയിക്കുന്നേ. സ്വത്രം. അപ്പൊ ഇവന്മാർ ഈ ആവേശത്തിൽ ഇതൊക്കെ ഏറ്റെടുത്തെങ്കിലും
ഇവർക്കൊരു ഉള്ളിലൊരു ഭയമുണ്ട്, എടാ തോറ്റു പോയാൽ പ്രശ്നമാണല്ലോ. അപ്പൊ ഇവന്മാരെന്താ അതിന് കണ്ടേന്നറിയുമോ? ഒരു കുറുക്ക് വഴി കണ്ടു. ഈ പ്രാവശ്യം യുദ്ധത്തിന് പോകുമ്പം ബൈബിളും കൂടെ ഞങ്ങൾ കയ്യിൽ, ബൈബിളെന്നല്ല, യഹോവയുടെ പെട്ടകം ഞങ്ങൾ കയ്യിലെടുക്കും. സ്വത്രം. ചിലരങ്ങനെയാ പൊതുവെ. ഏത് കാര്യത്തിന് പോയാലും ഒരു ബൈബിള്. ഹലോ, എനിക്കറിയാന്നേ. ഇന്നാളിൽ ഞാൻ കണ്ട എനിക്കൊരു വിചിത്രമായിട്ട് തോന്നി. ഈ പണ്ട് ഈ യാക്കോബ പോലെയുള്ള എപ്പിസ്കോപ്പൽ സഭകളിലായിരുന്നപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് വീട്ടിലോട്ട് കയറുന്ന സമയത്ത് ഈ മരുമകളെ പിടിച്ചു കയറ്റുന്നൊരു പരിപാടിയുണ്ട്. അപ്പം പിടിച്ചു കയറ്റുമ്പോൾ അന്നത്തെ കാലത്ത്, അല്ലെങ്കിൽ ഇപ്പോഴും അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഒരു വിളക്ക്, ഒരു ചെറിയ നിലവിളക്ക് കത്തിച്ച് ആ കൊച്ചിനെ ഇങ്ങോട്ട് കയറ്റും. നമ്മൾ പിന്നെ പെന്തക്കോസി വന്നുകൊണ്ട് ഇപ്പം ആ പരിപാടി ഒന്നും ഇപ്പം നമ്മൾ ചെയ്യുന്നതന്നെ ബൈബിള് കൊടുക്കുക. എൻ്റെ പൊന്നു സഹോദരൻ, ഇത് നടചവിട്ടാനുള്ള സാധനമൊന്നുമല്ല. നടചവിട്ട് കയറാൻ കൊടുക്കേണ്ടതല്ല ബൈബിൾ. ഇപ്പൊ നോക്കണേ, ഇവന്മാര് പറയുകയാ ഞങ്ങൾ യുദ്ധത്തിന് പോകാം, പക്ഷെ യഹോവയുടെ പെട്ടകം ഞങ്ങൾ എടുക്കും. അങ്ങനെ അന്ന് എടുത്തോ കുഞ്ഞെന്ന് പറഞ്ഞു. ഭക്തി മൂത്ത് നിൽക്കുകയാണല്ലോ, എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ പെട്ടകവുമായി ഫെലിസ്ത്യരുടെ നേരെ യുദ്ധത്തിന് പോയി. നമ്മൾ വായിക്കുന്നു, ആ യുദ്ധത്തിൽ പെട്ടെന്ന് തന്നെ ഒഫ്നിയും ഫിനെഹാസും കൊല്ലപ്പെട്ടു. പെട്ടകം പിടിക്കപ്പെട്ടു. ഇസ്രായേലിന്റെ വലിയൊരു നിര തന്നെ അവിടെ മരണപ്പെട്ടു. മനസ്സിലായി, ഇനി ഇവിടെ നിന്നാൽ മുഴുവൻ തീർന്നു പോകും. അതുകൊണ്ട് അവരെന്താ ചെയ്തെന്നറിയാമോ? തിരിഞ്ഞോടി. കുറെ പേർ മരണപ്പെട്ടു. നയിച്ച ഒഫ്നിയും ഫിനെഹാസും മരണപ്പെട്ടപ്പോൾ ഇസ്രായേൽ തിരിച്ചോടിയ കൂട്ടത്തിലെ കൊണ്ടുവന്ന പെട്ടകം ഇവന്മാരെടുത്തില്ല. ഇവന്മാർക്കും വലിയ ബന്ധമൊന്നുമുള്ള സാധനമല്ല. ഇവന്മാര് പെട്ടകം അവിടെ വെച്ചിട്ട് ഇവരവരുടെ ജീവനും കൊണ്ട് പ്രാണന്റെ രക്ഷയ്ക്ക് വേണ്ടി ഓടി. അങ്ങനെ യഹോവയുടെ പെട്ടകം ഇസ്രായേലിന് നഷ്ടപ്പെട്ടു. ഇപ്പോൾ യഹോവയുടെ പെട്ടകം എവിടെയായിരിക്കുന്നറിയാമോ? ഫെലിസ്ത്യരുടെ നാട്ടിൽ. ഫെലിസ്ത്യർ നോക്കിയപ്പോൾ നാണ്ട യഹോവയുടെ പെട്ടകം. അവരെന്താ ചെയ്തെന്നറിയാമോ? ഇനി എന്നെ ശ്രദ്ധിച്ചോണേ. ഈ പെട്ടകം അവരെടുത്തോണ്ട് പോയി അവരുടെ ക്ഷേത്രമായ ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നങ്ങ് വെച്ചു. ഇപ്പൊ നോക്കണേ, യഹോവയുടെ പെട്ടകം ക്ഷേത്രത്തിൽ ഇരിക്കുന്നു. ഒരു ദിവസം ക്ഷേത്രത്തിലെ പുരോഹിതന്മാർ ഒരു സന്ദർശനം നടത്തിയപ്പം താണ്ടടാ, അവരുടെ ദൈവങ്ങളും ദേവന്മാരും മുഴുവൻ താഴെ വീണ് ഉടഞ്ഞു കിടക്കുന്നു. യഹോവയുടെ പെട്ടകം അങ്ങനെ തന്നെ ഇരിക്കുന്നു. പിന്നീട് അവരൊരു പരിശോധന നടത്തിയപ്പോഴാണ് മനസ്സിലായത്, ആളുകൾക്കാർക്കും നല്ല സുഖവും ശരീരത്തിൽ എന്തോ ഒരു, ഹലോ നിങ്ങൾ വായിച്ചിട്ടില്ലേ അവിടെയൊക്കെ? ശരീരത്തിലൊരു ബുദ്ധിമുട്ട്, മറ്റൊന്നുമല്ല. എന്തായിരുന്നു? താഗോന്റെ തലയും അവന്റെ കൈപ്പത്തിയും. അവന്റെ വായിക്കണ്ട, ഞാനങ്ങ് പറഞ്ഞു പോകാം. മറ്റൊന്നുമല്ല, മൂലക്കുരു. ഇതൊന്നും പറയുന്നതിന് മടിക്കൊന്നും വേണ്ട എൻ്റെ പൊന്നെ. കൂടുതൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക്, ഈ ചിക്കനൊക്കെ കൂടുതലും കഴിക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ കൊച്ചുങ്ങൾക്ക് ഞങ്ങളുടെ അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, ഡോക്ടർ മുരളിയുടെ ഹോസ്പിറ്റൽ, MG റോഡിൽ തന്നെയാണ്. അവിടെ അതിന് മാത്രമേ ചികിത്സയുള്ളൂ. കൊച്ചുങ്ങൾക്കൊക്കെ ഓപ്പറേഷൻ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു. ചിലർക്ക് ഇതൊക്കെ പറയുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഇവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പാസ്റ്ററിന് ഇങ്ങനെ ശരീരത്തിൽ എന്തോ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. ഞങ്ങളെല്ലാവരും അറിഞ്ഞു. പാസ്റ്റർ അതിൻ്റെ ഒരു പ്രത്യേക ഓപ്പറേഷനൊക്കെ തീരുമാനിച്ചു. സുഹൃത്തുക്കളായതുകൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് എന്നെ പോലെ തന്നെ പലരും വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞ, പാസ്റ്ററെ കുഴപ്പമൊന്നുമില്ല, ഒറ്റമൂലി പോലെയുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, കാര്യം പൂർണ്ണമായിട്ടത് എടുത്ത് കരിച്ചു കളഞ്ഞു എന്നൊക്കെ എന്നോട് പറഞ്ഞു. എന്നിട്ട് എന്നോട് ഈ പാസ്റ്റർ പറഞ്ഞ ഒരു കാര്യം പരസ്യമായിട്ട് പറയുന്നതിന് എനിക്ക് നാണമില്ല, കേൾക്കുന്നത് നിങ്ങൾക്കിനി എന്തോന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാനങ്ങ് പറയുകയാണ്. പാസ്റ്റർ പറയുകയാണ്, റജി പാസ്റ്ററെ, ഞാൻ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സഭകളിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഞായറാഴ്ചകളിലൊക്കെ പലയിടങ്ങളിലും സഭകളിൽ ചെല്ലുമ്പോൾ ദൈവദാസന്മാരെല്ലാം മുഴങ്കാലിൽ ഇരുന്ന് ആരാധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്നലെ വരെ ധരിച്ചു വെച്ചിരുന്നത് ഭക്തിയുടെ ഭാഗമായിട്ടാണ് മുഴങ്കാലിൽ ഇരിക്കുന്നെന്നാണ് വിചാരിച്ചത്. ഇപ്പോഴാണ് മനസ്സിലായത് ഭക്തിയല്ല, നേരെ ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും ഒക്കെ ഇതുണ്ടെന്നാണ് പുള്ളി പറഞ്ഞേ. സ്വത്രം. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇത്രത്തോളം ഇങ്ങനെ ഒരു രോഗം ഇത് ഇപ്പം ജനത്തെ മുഴുവൻ വ്യാപരിച്ചിരിക്കുക. ഇതിനൊരു കാരണം അവർ കണ്ടെത്തി. യഹോവയുടെ പെട്ടകം ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ ആളുകളിൽ ഈ മൂലക്കുരു വരാനുള്ള കാരണം. ഞങ്ങളുടെ ദേവന്മാർ താഴെ വീണ് പൊട്ടിപ്പോകാൻ കാരണം ഇതാണ് സംഗതി. അതുകൊണ്ട് ഇതിനെ എത്രയും പെട്ടെന്ന് നാട് കടത്തണം. അപ്പൊ ഇവരെന്താ ചെയ്തെന്നറിയാമോ? ഇവര് 7 മാസം ഈ പെട്ടകം അവിടെ വെച്ചതിന് ശേഷം 7 മാസം പൂർത്തീകരിച്ചപ്പോൾ യഹോവയുടെ പെട്ടകം ഈ വന്ന സ്ഥലത്തേക്ക് ഇസ്രായേലിലേക്ക് വിടാൻ തീരുമാനിച്ചു. അതിനവർ കണ്ടെത്തിയത്
കറവയുള്ള 2 പശുക്കളെ എടുത്തു. കുട്ടിയെ മാറ്റി കറവയുള്ള 2 പശുക്കൾ അതിൻ്റെ കഴുത്തിൽ നുകം വെച്ച് കെട്ടി യഹോവയുടെ പെട്ടകം അതിൻ്റെ മേളിൽ വെച്ച് ഇവർ നേരെ ഇസ്രായേലിൽ ലക്ഷ്യമാക്കി വിടുകയാണ്. അങ്ങനെ യഹോവയുടെ പെട്ടകം ഈ കറവയുള്ള പശു വലിച്ചോണ്ട് പോകുന്ന യാത്രയിൽ ബേർഷേബർ എന്ന് പറയുന്ന ഒരു ജനത ഒരു കാളവണ്ടി വരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ തല ഉയർത്തി നോക്കി. ഗോതമ്പ് കൊയ്തുകൊണ്ടിരിക്കുന്നവരാ. ഗോതമ്പിടെ കൃഷിയിടത്ത് ഗോതമ്പ് കൊയ്തുകൊണ്ടിരിക്കുന്നവർ നോക്കുമ്പോൾ ദാണ്ടെ 2 പശുക്കളുടെ മേളിൽ എന്തോ വെച്ചോണ്ട് വരുന്നു. അവർ തല ഉയർത്തി നോക്കി, കണ്ടെത്തി, മനസ്സിലായി ഇത് ഇസ്രായേലിൻ്റെ യഹോവയുടെ പെട്ടകമാണ്. അവര് പറഞ്ഞു, എടാ ഈ സാധനം നമ്മുടെ നാട്ടിൽ നിന്ന് പോകാൻ നമ്മൾ അനുവദിക്കത്തില്ല, ഇതൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് അവരെന്താ ചെയ്തെന്നറിയാമോ? യഹോവയുടെ പെട്ടകം ബേർഷേബര് പിടിച്ച് അവരുടെ നാട്ടിൽ വെച്ചു. സ്വത്രം. ഇപ്പോൾ ബേർഷേബരുടെ നാട്ടിലാണ് യഹോവയുടെ പെട്ടകം. ഈ പെട്ടകം അവിടെ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടം എന്തോ ഒരു കുരുത്തക്കേട് കാണിച്ചത് നിമിത്തം ഒറ്റ രാത്രിയിൽ 50,070 പേർ മരണപ്പെട്ടു. 2 ശമൂവേൽ 6-ാം അധ്യായത്തിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 50,070 പേർ മരണപ്പെട്ടു. 50,070 പേരെ സംഹരിച്ചു. ഈ മരണപ്പെട്ട ശേഷം അവിടെ സംഭവിച്ച കാര്യം അവരും പറഞ്ഞു, ഇനി ഈ സാധനം ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. അതുകൊണ്ട് അവരെന്താ ചെയ്തെന്നറിയാമോ? യഹോവയുടെ പെട്ടകം നാട്ടിൽ നിന്ന് കുന്നൻപുറത്തുള്ള ഒരു വീട്ടിലേക്ക് കയറ്റി വെക്കാൻ തീരുമാനിച്ചു. ആരുടെ വീടായിരുന്നു? അബീനാദാബിന്റെ. കറക്റ്റ് ആന്റി, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും എന്നോട് ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടുള്ളത് മറ്റൊരാളുടെ പേരാ. ആരുടെ പേരായിരിക്കും? ഓബേദോമിന്റെ പേരാ പറയാറുള്ളത്. ആന്റി നന്നായി ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ സന്തോഷം. അബീനാദാബിന്റെ വീട്ടിൽ യഹോവയുടെ പെട്ടകം കയറ്റി വെച്ചു. യഹോവയുടെ പെട്ടകം ഇപ്പോൾ അബീനാദാബിന്റെ വീട്ടിലിരിക്കുക. ഇസ്രായേലിലത്തെ ആദ്യത്തെ രാജാവ് വന്ന് ഭരണം നടത്തിപ്പോയി, അന്വേഷിച്ചില്ല. 2ാമത്തെ രാജാവായ ദാവീദ് ഭരണമേറ്റപ്പോൾ, ശ്രദ്ധിച്ചോണേ, നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ്. ഭരണമേറ്റപ്പോൾ യഹോവയുടെ പെട്ടകത്തെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ പെട്ടകം ഇവിടെ ഇല്ല, ഇത് മറ്റൊരു സ്ഥലത്താ. എവിടാന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് കുന്നിൻപുറത്ത് താമസിക്കുന്ന അബീനാദാബിന്റെ വീട്ടിൽ യഹോവയുടെ പെട്ടകമുണ്ട്. അതെടുക്കാൻ തീരുമാനിച്ചു. കൽപ്പന കൊടുത്തു വേഗത്തിൽ കൊണ്ടുവരാൻ. അങ്ങനെ അബീനാദാബിന്റെ മകനായിരിക്കുന്ന ഊസ എന്ന് പറയുന്ന പുരോഹിതൻ യഹോവയുടെ പെട്ടകം ഇസ്രായേലിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിക്കുക. കഥ പോലെ പറഞ്ഞു തരിക, ശ്രദ്ധിച്ചോണേ. ഈ പെട്ടകം കൊണ്ടുവരുവാൻ ഊസ എന്താ ചെയ്തത്? ഒരു പുതിയ കാളവണ്ടി തരപ്പെടുത്തി. കാളവണ്ടിക്കകത്ത് ഊസ പെട്ടകം കയറ്റി ഇസ്രായേലിലേക്ക് പോകുമ്പോൾ നാം വായിക്കുന്നു, കാള വിരണ്ടതു നിമിത്തം യഹോവയുടെ പെട്ടകം താഴെ വീണ് പൊട്ടും ഉടഞ്ഞു പോകുമെന്ന് കരുതി ഉസ കയറി പെട്ടകത്തെ പിടിച്ചു. തൽക്ഷണം ഉസ മരണപ്പെട്ടു. നോക്കണേ, വീണ്ടും പെട്ടകം ബ്രേക്കായി നിൽക്കുക. സ്വത്രം. ഇവിടെയാണ് ഒരു ചോദ്യം നിങ്ങളുമായി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഉസ മരണപ്പെടാൻ എന്താ കാരണം? യഹോവയുടെ പെട്ടകം താഴെ വീണ് ഉടയാതിരിക്കാനല്ലേ ഈ മനുഷ്യൻ കയറി പിടിച്ചേ? ഹലോ, അല്ലേ? ആന്ന്. പക്ഷെ എന്താ ഉസ മരിക്കാൻ കാരണം? നമ്മൾ ചിന്തിക്കണം. ഞാൻ പറയുന്നു, വചന പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു ദൂത് പറയുകയാണ്, ശ്രദ്ധിച്ചോണം. ഉസ മരണപ്പെട്ടത് യഹോവയുടെ പെട്ടകത്തെ തൊട്ടത് കൊണ്ടല്ല മരിച്ചത്. അങ്ങനെ ധരിക്കരുത്, അങ്ങനെയല്ല മരിച്ചത്. പിന്നെ ഉസ മരിക്കുവാൻ കാരണം ഞാൻ പറയാൻ പോകുക, ശ്രദ്ധിച്ചോണം. ഉസ യഹോവയുടെ പെട്ടകം എങ്ങനെ കൊണ്ടുവരാനാ തീരുമാനിച്ചേ? കാളവണ്ടിയിൽ കയറ്റി കൊണ്ടുവരാൻ തീരുമാനിച്ചു. എടാ കുഞ്ഞെ, ഈ കാളവണ്ടിയിൽ പെട്ടകം കൊണ്ടുവരാൻ നിനക്കെങ്ങനെയാ ഒരു പ്രേരണ ലഭിച്ചേ? സ്വത്രം. പറയാം. ഈ പ്രേരണ എവിടുന്ന് ലഭിച്ചെന്ന് ചോദിച്ചാൽ, ഫെലിസ്ത്യൻ യഹോവയുടെ പെട്ടകം കന്നുകാലികളുടെ മേളിൽ കെട്ടിക്കൊണ്ടുവന്നു. അത് ഇവന്റെ ഓർമ്മയിലുണ്ട്. അതേ നിലയിൽ തന്റെ പെട്ടകം എടുക്കാൻ ഇസ്രായേലിന് പ്രമാണമില്ല. ഹലോ, ജാതിക്ക് എങ്ങനെയും കൊണ്ട് നടക്കാം കുഞ്ഞെ. ജാതികൾക്ക് ഏതു വിധേനയും യഹോവയുടെ പെട്ടകം എടുക്കാം. പക്ഷേ ഇസ്രായേലിന് പ്രമാണം തെറ്റി പെട്ടകം ചുമക്കാൻ ദൈവം അനുവദിക്കത്തില്ല.
സ്വത്രം സ്വത്രം. ഇന്ന് രാത്രിയിൽ പാളയം ദൈവസഭയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, കാലം പുരോഗമിക്കുന്നതനുസരിച്ച്, ഫാഷൻ മാറി വരുന്നത് അനുസരിച്ച്, ട്രെൻഡ് മാറുന്നതനുസരിച്ച് വിശുദ്ധന്മാർക്ക് മാറാൻ പ്രമാണമില്ല. എനിക്കും നിങ്ങൾക്കും ഒരു പ്രമാണമുണ്ട്. എങ്ങനെയാ പ്രമാണം? യഹോവയുടെ പെട്ടകം തോളിലെടുക്കണ്ടേ. ഇസ്രായേലിയൻ പെട്ടകം ചുമക്കേണ്ടത് തോളില. മരണപ്പെട്ടു പോകാൻ കാരണമതാ. ഇന്ന് വർത്തമാനകാല സഭ തിരിച്ചറിയണം, എന്താ തകർന്നു പോകുന്നത്, എന്താ തലമുറ നശിച്ചു പോകുന്നത്. ഞാനൊരു പ്രസ്ഥാനം തുടങ്ങിയ വ്യക്തി ആയതുകൊണ്ട് ഇന്നും ദൈവകൃപയാല സഭയൊക്കെ മുൻപോട്ട് പോകുന്നു. അതുകൊണ്ട് പലയിടങ്ങളിലും വിവാഹം നടത്തേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒത്തിരി കല്യാണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഭവന പ്രതിഷ്ഠകളും കുഞ്ഞുങ്ങളുടെ സ്നാനമൊക്കെ കാരണം ഒരു പ്രവർത്തനം കൂടെ ഞാനിത് എൻ്റെ ചർച്ച് മിനിസ്ട്രിയോട് ചേർന്ന് കൊണ്ടുപോകുന്നുണ്ട്. സഭാപ്രവർത്തനങ്ങൾ തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞേ, ഇന്നലെ വന്ന ബോബി പാസ്റ്ററൊക്കെ എൻ്റെ സഭകൾ സന്ദർശിക്കുന്ന ആളുകളാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ വിവാഹമൊക്കെ നടത്തുന്നത് കൊണ്ട് എല്ലാ വിവാഹ വേദികളും ശ്രദ്ധിക്കാറുണ്ട്. എന്തെങ്കിലും ദൈവാലോചന പുതിയത് ലഭിച്ചാൽ എൻ്റെ ശുശ്രൂഷയിൽ എനിക്കത് പകർത്താൻ കഴിയുന്നത് കൊണ്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കല്യാണത്തിന് സംബന്ധിച്ചപ്പോൾ ഒരു അപ്പൻ ഈ കല്യാണത്തിന് ശേഷം കുടുംബക്കാർ നന്ദി പറയാൻ വേണ്ടി കയറും. നന്ദി പറയാൻ, ഹലോ കണ്ടിട്ടില്ലേ? വിളിച്ചു വരുത്തിയവർക്ക് ശുശ്രൂഷ കഴിയുമ്പോൾ കുടുംബത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവർ നന്ദി പറയും. ഈ കല്യാണത്തിന് അപ്പനാ നന്ദി പറയാൻ കയറി. അപ്പൻ ആദ്യം ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ദൈവനാമത്തിന് മഹത്വമൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളുടെ നേരെ, മോൻ്റെ നേരെ തിരിച്ചിട്ട്, മോനെ ഒരു പ്രത്യേക നന്ദി, നിന്നെ കല്യാണം നടത്താൻ എന്നെ അനുവദിച്ചതിന്. സ്വത്രം. ശരിയല്ലേ? ആന്ന് ശരിയല്ലേ ആ അപ്പം കാണിച്ചേ? എത്ര തലമുറകൾ ഇന്ന് മാതാപിതാക്കന്മാർ കല്യാണം നടത്താനുള്ള അവസരം കൊടുക്കുന്നില്ല. പേരൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സംഭവങ്ങൾ പറയാൻ ഒത്തിരിയുണ്ട്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ദൈവസഭയെ ഓർമ്മപ്പെടുത്തുന്നു, ജാതികൾ കൊണ്ടു നടക്കുന്നത് പോലെ ഇത് കൊണ്ടു നടക്കാൻ നമുക്ക് പ്രമാണമില്ല. ഇന്ന് എന്താ സംഭവിച്ചത്? ജാതികൾ അനുവർത്തിക്കുന്നത് പലതും സഭയ്ക്കകത്ത് കയറിയെന്ന് ദൈവമക്കൾ എന്ന് പറയും. ഇവിടെ ഇരിക്കുമ്പോൾ ഉപവാസവും പ്രാർത്ഥനയും പാട്ടുമൊക്കെയാ. നമ്മുടെ ലോകത്തിലേക്ക് ചെല്ലുമ്പോൾ, നമ്മുടെ ഇടത്തേക്ക് ചെല്ലുമ്പം എന്തെല്ലാം പരിപാടികളെന്ന് നാം ആസൂത്രണം ചെയ്യുന്നേ. ഞങ്ങളൊക്കെ കണ്ട് മടുത്തന്നേ. വിവാഹ സമയമൊക്കെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാ, വലിയ പ്രയാസമാ. വല്ലാത്ത ഒരു ലോകത്തിലൂടെ നമ്മുടെ ജനത കടന്നു പോകുക. ജാതികൾ തുടരുന്ന, ജാതികൾ കൊണ്ടു നടക്കുന്നതൊന്നും നമുക്ക് അനുയോജ്യമല്ല, നമുക്ക് യോജിച്ചതല്ല. തിരിച്ചറിയണം. ഈ ഒരു കാലത്ത് ഈ അന്ധവിശ്വാസത്തോടൊന്നും നമുക്ക് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമുക്ക് എന്തെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം, എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഭിത്തിയിലിരുന്നൊരു പല്ല് ചലച്ചാൽ കണ്ടോ സൂക്ഷം, കേട്ടോ. ഹലോ, ഇപ്പൊ പല്ലിയല്ല, ഇപ്പൊ മൊബൈൽ ഫോൺ അടിച്ചാൽ മതി. കണ്ടോ പാസ്റ്ററെ ഞാൻ പറഞ്ഞത്? സ്വത്രം. ഞങ്ങളുടെ ഇവിടെയൊക്കെ ചില അച്ചായന്മാരിപ്പം ഈ തലേ ദിവസം തന്നെ ആളെ തരപ്പെടുത്തി വെച്ചേക്കുക. നാളെ 1-ാം തീയതിയാണ് മോനെ, രാവിലെ ആ പാലുകാരൻ വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഉള്ളതില്ലെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ നാട്ടിലെ കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. സ്വത്രം. ഒരാവശ്യത്തിന് വേണ്ടി അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു പൂച്ച വട്ടം ചാടി. ഇന്ന് നീ പോയിട്ടൊരു കാര്യവും, ഹലോ, ഇന്ന് പോയിട്ടൊരു കാര്യവും ഇല്ല, തിരിച്ചു പോരുക. എൻ്റെ കുഞ്ഞെ, ഒരു പൂച്ച വട്ടം ചാടിയത് കൊണ്ട് നീ പോകുന്ന കാര്യത്തിന് എന്തോ ചെയ്യാനാ പൂച്ചയ്ക്ക്. ഇനി അഥവാ നീ ആ പൂച്ചയെ ഒന്ന് കണ്ടെത്തി ഒന്ന് വിളിച്ചു ചോദിക്കണം, എന്തിനാ പൂച്ച ഞാൻ ഇറങ്ങി വന്ന സമയത്ത് നീ ഇങ്ങനെ ചാടിപ്പോയെന്ന് ചോദിച്ചാൽ പൂച്ച ഇങ്ങോട്ട് പറയും, അച്ഛാനെക്കാട്ടി ഒരു അത്യാവശ്യം എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനൊന്നു. അത്രയേ ഉള്ളൂ. നമ്മുടെ ആളുകൾക്ക് ഇതൊക്കെ മതി. കാര്യങ്ങൾ മുടക്കിക്കളയും. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറയുക, എൻ്റെ പൊന്നു റജി പാസ്റ്ററെ, ഇവിടുത്തുകാരനെ, സ്ഥലം പറയുന്നില്ല, എൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു സുവിശേഷകനാ. പുള്ളി ഇവിടുന്ന് കല്യാണം കഴിച്ചു. ഈ തിരുവനന്തപുരത്ത് നിന്ന് ബുദ്ധിപൂർവ്വം ചെയ്തതാണ്. കാരണം തിരുവനന്തപുരത്ത് നിന്ന് കല്യാണം കഴിച്ചാൽ പിന്നെ അടുക്കളയ്ക്ക് ഒരു സാധനവും വാങ്ങണ്ട. സ്വത്രം. അവന് നല്ല ഐഡിയാപരമായിട്ട് അവൻ ഇവിടുന്ന് തന്നെ കിട്ടി. അത്യാവശ്യം അവന് ഈ പറഞ്ഞ സംഭവം എല്ലാം കിട്ടുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പം ഒരു 5-6 മാസം കഴിഞ്ഞു, കൊച്ചിന് വിശേഷമുണ്ട്, മോക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞു.
ഉടനെ പെങ്കൊച്ചിൻ്റെ വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞു, അമ്മി എനിക്ക് വിശേഷമൊക്കെ ഉണ്ട്. അമ്മക്ക് ഭയങ്കര സന്തോഷം. അത് കഴിഞ്ഞ് ഒരു 3-4 ആഴ്ചയൊക്കെ കഴിഞ്ഞ് ഒരു മാസമൊക്കെ അടുത്തപ്പം താണ്ടെ പെങ്കൊച്ചിൻ്റെ അപ്പം വിളിക്കുക. വിളിച്ചിട്ട് പറയാ, മോനെ അടുത്ത വ്യാഴാഴ്ച അവിടെ ഉണ്ടാകുമോ? അവൻ പറഞ്ഞു ഉണ്ട്. എന്തു പപ്പേ? ഞങ്ങളൊരു 3-4 പേര് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിച്ചാൽ എന്ത് 3-4 പേര്? അപ്പോൾ പറയുക കൊച്ചിൻ്റെ പള്ള കാണാൻ വരുവാന്ന്. അവൻ പറഞ്ഞു അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്ന് പള്ള കണ്ടോണം, ഇങ്ങോട്ടൊന്നും അതിനു വേണ്ടി. സ്വത്രം. വിട്ടെന്ന് പറഞ്ഞാലും ഇപ്പോഴും അനാചാരങ്ങളെ പിന്തുടരുക. വീണ്ടും വേറൊരു പരിപാടിയുണ്ട്. വേറെ പരിപാടി എന്താ? പ്രസവത്തിന് വിളിച്ചോണ്ട് പോക്കൽ. ഹലോ, എന്തുവാ? 7 നുണച്ചിപ്പെണ്ണുങ്ങളും 9 കൂട്ടം പലഹാരവും. ഒരു ടാറ്റാ സുമ വാടകയ്ക്ക് എടുക്കുമ്പോൾ ഒരു അലമാരി വലിച്ച് മേളിൽ കയറ്റും. പാസ്റ്ററെ കൊണ്ടുപോകത്തില്ല, പിന്നെ പാസ്റ്റർ ആൻറ്റിയെ കൊണ്ടൊരു പോക്ക. അവസാനിപ്പിക്കണം. ഹലോ, അവസാനിപ്പിക്കണം. ഇതൊന്നും നമുക്ക് ഭൂഷണമല്ല. വിളിച്ചോണ്ട് പോകലും വിളിച്ചോണ്ട് വരലും മുഹൂർത്തം നോക്കലും 1-ാം തീയതി കയറ്റലും. കഴിഞ്ഞ ദിവസം എൻ്റെ പൊന്നച്ച ഒരു തള്ള ഇങ്ങനെ നിൽക്കുക വീടിൻ്റെ മുറ്റത്ത്. ഞാൻ വിസിറ്റിങ്ങിന് ചെല്ലുമ്പോൾ ഇങ്ങനെ നിൽക്കുക. ഞാൻ ചോദിച്ചു എന്നെ അറിയാം. പറയും ഒരു നശിച്ച കാക്ക രാവിലെ മുതൽ കരഞ്ഞോണ്ടിരിക്കുക, വിരുന്നുകാരെ കൊണ്ടുവരുമെന്ന്. എങ്ങനെയുണ്ട്? കല്ല് കൊണ്ട് നിൽക്കുക കാക്കയെ എറിയാൻ. ഇവിടെ വന്ന ആത്മാവില തെറിക്കുക. പാസ്റ്റർ പായും ഇടട്ടെ, ഞാൻ അന്യഭാഷ എന്ന് പറയട്ടെന്നാ പറയുന്നത്. പക്ഷെ ഇവിടെ നിന്നിറങ്ങിയാൽ ജാതീയ ഇടപാടുകളും പരിപാടിയും തകർന്നു പോകും. അങ്ങോട്ട് കയറ്റമില്ല. ഉസ മരണപ്പെട്ടു പോകാൻ കാരണം പെട്ടകത്തെ തൊട്ടതല്ല, ആ കൊണ്ടുവന്ന രീതി തമ്പുരാൻ ഇഷ്ടപ്പെട്ടില്ല. ഫെലിസ്ത്യൻ കൊണ്ടുവരുന്നത് പോലെ ഇസ്രായേലിന് കൊണ്ടുവരാൻ പ്രമാണമില്ല. നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നൊരു കാര്യമായി ഈ ബർത്ത്ഡേ പാർട്ടി. പറഞ്ഞു പുള്ളി അങ്ങോട്ട് കയറുവാണല്ലോ. ബർത്ത്ഡേ പാർട്ടി. 90 വയസ്സായ അപ്പച്ചനെ വട്ടം അങ്ങോട്ട് നിർത്തി 90 എന്ന് എഴുതിയ ഒരു മെഴുകുതിരിയും കത്തിച്ച് ഇങ്ങനെ നിൽക്കുക. പാസ്റ്റർ കൂടെ ഫാനിട്ടപ്പോഴത്തേക്ക് ഫാൻ നിർത്ത് പുള്ളി നിൽക്കുക. ഏതാ പാസ്റ്റർ മെഴുകുതിരി അണയാതിരിക്കാൻ ഇങ്ങനെ കയ്യും പിടിച്ചോണ്ട്. സ്വത്രം. ഇതൊക്കെ എവിടുന്ന് വന്നു? സ്വത്രം. എവിടുന്നാ ഇതൊക്കെ നമുക്ക് കിട്ടിയേ? വേദപുസ്തകം പഠിച്ച 2 ജന്മദിനം ആഘോഷിച്ചിടത്ത് 2 ദുരന്തമാ എറിയത്. ഒന്ന് യോഹന്നാന്റെ തല പോയി, മറ്റൊരിടത്ത് ഇസബേല് അവിടെ വായിക്കുന്നു, അവൾ വീണ് കൂടച്ചക്ക പോലെ ചുതറി, അവിടെ രക്തം നായ്ക്കൾ കുടിച്ചു. അവസാനിപ്പിച്ചോണം ഇതൊക്കെ. പിന്നെ പാല് കാച്ച്. ദൈവമക്കളെല്ലാം കൂടെ വട്ടവിരുന്ന് 21 ദിവസം പ്രാർത്ഥിച്ച് തിരുവനന്തപുരം പട്ടണത്തിൽ ഒരു ഫ്ലാറ്റ്, 2 മുറിക്കൊരു ഫ്ലാറ്റ് വാങ്ങുമ്പോൾ എൻ്റെ പൊന്നു സഹോദരി ഈ കത്തീര് പരിപാടി നിർത്തുന്ന കാട്ടുദൈവത്തെ പ്രസാദിപ്പിക്കുന്ന, ചാരത്തിനകത്ത് പാല് തിളച്ചു വീഴുമ്പോൾ ചാരത്തിന്റെ മണം കേൾക്കുമ്പോൾ അതിൽ പ്രസാദിപ്പിക്കുന്ന കാട്ടുദൈവങ്ങളെ അല്ല നിന്റെ വീടിനകത്ത് വിളിച്ചു വരുത്തേണ്ടത്. സ്വത്രം. കുഞ്ഞു ജനിച്ച 28ാമത്തെ ദിവസങ്ങളിൽ രാശിചക്രങ്ങളെ വലിച്ചു കെട്ടി 28 അരയ്ക്ക് കെട്ടുന്ന പരിപാടി അവസാനിപ്പിക്കുക. സ്വത്രം. ഉപവാസ പ്രാർത്ഥനയിൽ വന്നേക്കുന്ന ഇതിനൊക്കെ അല്ലാതെ ഇങ്ങനെ പ്രസ് ചെയ്ത് എനിക്കറിയാവുന്ന ഇതൊക്കെ തുള്ളിക്കാനൊക്കെ നന്നായിട്ടറിയാം. ഇന്ന് 2-3 കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്ക വന്നു, പാസ്റ്ററങ്ങളെ പ്രസംഗിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഈ രീതി ഒന്ന് പഠിപ്പിക്കാമോ? അവരുടെ ആഗ്രഹം അവർ പങ്കുവച്ചു. പാസ്റ്ററെ എങ്ങനെയാ പാസ്റ്റർ പ്രസംഗം തയ്യാറാക്കുന്നത് ഒന്ന് പറയാമോ? ഇത് മാത്രമല്ല, എനിക്ക് നന്നായിട്ട് ബഹളം ഉണ്ടാക്കാൻ അറിയാമെന്ന്, സൂപ്പറായിട്ട് അറിയാം. ഞാൻ തെളിയിച്ചയാളാ, സർട്ടിഫിക്കറ്റ് ഉണ്ട്, ബഹളം ഉണ്ടാക്കി ഉണ്ട്. കൊട്ടാരക്കരയ്ക്ക് അടുത്ത് തൃക്കണ്ണമംഗലം എന്ന് പറഞ്ഞ സ്കൂളിലാണ് ഞാൻ പഠിച്ച SKVHS സ്കൂളിൻ്റെ പേര്. SKV സ്കൂളെന്ന് ഞങ്ങൾ പറയും. എൻ്റെ പൊന്നച്ച ബഹളം ഉണ്ടാക്കിയതിന് 2 പീരീഡ് പുറത്ത് നിർത്തിയ ആളാ എന്നെ. ബഹളം ഉണ്ടാക്കിയതിന് 2 പീരീഡ് എന്നെ പുറത്ത് നിർത്തി. ജനാർദ്ദനൻ സാറ്. നന്നായിട്ട് ബഹളം ഉണ്ടാക്കാൻ എനിക്കറിയാം. ഇന്ന് രാത്രി ബഹളം ഉണ്ടാക്കി ഒച്ചപ്പാടുണ്ടാക്കി നിങ്ങളുടെ തലയെ ആട്ടുകല്ലിന് പിടിച്ച് ആട്ടുന്ന പോലെ ആട്ടി വിടാനല്ല ദൈവം എന്നെ അയച്ചത്. ഈ രാത്രിയിൽ ജാതീയ പരിപാടി അവസാനിപ്പിക്കണം. സ്വത്രം. നമ്മൾ അവിടുന്ന് ഇറങ്ങി തിരിച്ചത് എന്തിനാ? ഇവിടുത്തെ വലിയ മകുടമായി നിന്ന സഭകളും ഇവിടുത്തെ വലിയ പള്ളികളും അൾത്താരകളും ഒക്കെ വിട്ടിറങ്ങിയത് എന്തിനാ? ഇത് അനുവർത്തിക്കാനാണെങ്കിൽ എന്തിനാ അവിടുന്ന് ഇറങ്ങി? ഞാൻ ഇവാഞ്ചലിക്കൽ പള്ളിയിലെ അച്ഛനാകാൻ വേണ്ടി സമർപ്പിക്കപ്പെട്ട്
ഉപദേശിയായിട്ടിരുന്നയാളാ. കേശവദാസപുരം ഇമാഞ്ചലിക്കപ്പള്ളി ഉപദേശിയായിരുന്നു ഞാൻ. വേങ്ങൽക്കാരൊക്കെ കൂടുന്ന സഭയുടെ ഉപദേശിയായിരുന്നു. കമാൻഡർ സാർ, ജേക്കബ് സാറ് കൂടുന്ന സഭയിലെ ഉപദേശിയായിരുന്നു ഞാൻ അവിടുന്ന് ഇറങ്ങിയത് എന്നെ ആരും ഇറക്കി വിട്ടതല്ല. അച്ഛാ ഇനി ഞാൻ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയതാ. ജീവിക്കണം, ജീവിക്കണം, ജീവിച്ചു കാണിക്കണം. ജാതികളുടെ പരിപാടി അവസാനിപ്പിക്കണം. ഉസ മരണപ്പെട്ടു പോകാൻ കാരണം പെലിസ്ത്യൻ പെട്ടകം കൊണ്ടുവന്നതുപോലെ കൊണ്ടുപോയതാ. തമ്പുരാൻ വഴിയിൽ അവനെ ഇല്ലാതാക്കി കളഞ്ഞത്. ശ്രദ്ധിക്കണേ, നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പൊ നോക്കണം, ഉസ മരണപ്പെട്ടു. ഈ വാർത്ത ദാവീദ് കേട്ടു. ദാവീദ് നിയോഗിച്ച മനുഷ്യൻ പെട്ടകം തൊട്ടത് നിമിത്തം മരണപ്പെട്ടു എന്ന വാർത്ത ഈ മനുഷ്യൻ കേട്ടു. ഇനി പെട്ടകം നയിക്കാൻ ആളില്ലാത്തത് കൊണ്ട് പെട്ടകത്തെ തൊട്ടാൽ ആൾ ചാകുമെന്ന ഭയവും അലട്ടിയപ്പോൾ അവരെല്ലാം കൂടെ എന്താ ചെയ്തെന്നറിയാമോ? യഹോവയുടെ പെട്ടകം അടുത്ത ഒരു വീട്ടിൽ കയറ്റി വെച്ചു. ഓബേദെദോമിന്റെ വീട്ടിൽ 3 മാസം അവിടെ ഇരിക്കുക. ദാവീദ് അന്വേഷണം നടത്തി. യഹോവയുടെ പെട്ടകത്തെ തൊട്ടവൻ മരണപ്പെട്ടു എന്ന വാർത്ത ദാവീദിന്റെ മനസ്സ് വല്ലാതെ കലക്കി. നിങ്ങൾ അറിയണം, ഈ പെട്ടകത്തിന് എന്താ പ്രത്യേകത? ഒരിക്കൽ സാന്നിധ്യം ഇറങ്ങുന്ന, എപ്പോഴെങ്കിലും ഒരിക്കൽ മാത്രം സാന്നിധ്യം മാത്രം ഇറങ്ങുന്ന യഹോവയുടെ പെട്ടകത്തെ തൊട്ടപ്പോൾ ഒരു മനുഷ്യൻ മരണപ്പെട്ടു എന്ന വാർത്ത കേട്ട ദാവീദ് 2 കരവും നെഞ്ചത്തടിച്ചുകൊണ്ട് ചോദിക്കുക, ഒരിക്കൽ മാത്രം സാന്നിധ്യം ഇറങ്ങുന്ന പെട്ടകത്തെ തൊട്ടവൻ ചത്തെങ്കിൽ യഹോവേ നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? 15-ാം സങ്കീർത്തനം ഉണ്ടായ കാര്യമായി പറയുന്നേ. സ്വത്രം. ഈ ഭക്തൻ, ഈ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ പെട്ടകത്തെ തൊട്ട ഉസ മരിച്ചു എന്ന് കേട്ടപ്പോൾ താൻ തമ്പുരാനോട് ചോദിക്കുക, തമ്പുരാനെ, സാന്നിധ്യം മാത്രം ഇറങ്ങുന്ന പെട്ടകത്തെ തൊട്ടവൻ ചത്തെങ്കിൽ നീ നിത്യം വസിക്കുന്ന, നീ ഇറങ്ങി നിൽക്കുന്ന, നീ മഹിമയോടെ വെളിപ്പെടുന്ന ഈ കൂടാരത്തിൽ, ഈ പർവ്വതത്തിൽ ആർക്ക് കയറാൻ കഴിയും? ഇന്ന് രാത്രി നമ്മുടെ വിഷയം ആരംഭിക്കാൻ പോകുകയാണ്. സമയം വളരെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മുഖപുരയും ചരിത്രവും ഞാനിവിടെ അവസാനിപ്പിച്ച് ഈ 1-ാമത്തെ വാക്യത്തിലേക്ക് വരിക. ആ വാക്യം ഒന്നും കൂടെ ഒന്ന് വായിച്ചാട്ടെ. യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? യഹോവേ നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? ശ്രദ്ധിക്കണേ, ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായി. ഉസ മരണപ്പെട്ടത് ദാവീദിന്റെ ഹൃദയം പിടച്ചു. ദാവീദ് അന്വേഷണം നടത്തിയിട്ട് പെട്ടകത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, തമ്പുരാനെ, ഈ പെട്ടകത്തെ തൊട്ടവൻ മരിച്ചെങ്കിൽ നീ നിത്യം വാഴുന്ന, നിത്യം വസിക്കുന്ന ഈ കൂടാരത്തിൽ ആര് കയറും? ആർക്ക് പാർക്കാൻ കഴിയും? ഈ ചോദ്യത്തിന്റെ മറുപടി ഇന്ന് രാത്രി നമ്മൾ കണ്ടെത്താൻ പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, തൊട്ടാൽ ചാകുന്ന പെട്ടകത്തെ തൊട്ടവൻ ചത്തെങ്കിൽ ഈ കൂടാരത്തിൽ ആർക്കെങ്കിലും കയറാൻ പറ്റുമോ? ആരെങ്കിലും ഈ കൂടാരത്തിൽ കയറിയിട്ടുണ്ടോ? ഹലോ, ആരെങ്കിലും കയറിയിട്ടുണ്ടോ? നിങ്ങളുടെ അറിവിൽ യഹോവയുടെ പർവ്വതത്തിൽ, യഹോവയുടെ കൂടാരത്തിൽ ആരെങ്കിലും കയറിയത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? ഉണ്ട്. വായിച്ചേ, പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം. വേഗത്തിൽ വായിക്കാം, നമ്മുടെ പ്രസംഗം ആരംഭിക്കുക. സന്ദേശം തുടങ്ങിയാണ്. 13-ാമത്തെ വാക്യം വായിച്ചേ. 24-ന്റെ-13. പുറപ്പാട് പുസ്തകം 24:13. അങ്ങനെ മോശയും അവന്റെ ശുശ്രൂഷക്കാരനായ യോശുവയും എഴുന്നേറ്റ് മോശ ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറി. മോശ ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറി. മതി. ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കണം ദൈവജനം. യഹോവയുടെ പെട്ടകത്തിൽ ആര് കയറും? ആർക്ക് പാർക്കാൻ കഴിയും എന്ന ചോദ്യത്തിന്റെ ഉത്തരം നാം കണ്ടെത്താൻ പോവുകയാണ്. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ഇത് ആർക്കും കയറാൻ പറ്റാത്ത സ്ഥലമൊന്നുമല്ല. നമ്മളെപ്പോലെ ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിച്ച ഒരു മനുഷ്യൻ ഇപ്പോൾ യഹോവയുടെ പെട്ടകത്തിലേക്ക് കയറുകയാണ്. ആരാ കയറിയേ? മോശ യഹോവയുടെ പെട്ടകത്തിലേക്ക് കയറി. ശ്രദ്ധിച്ചോണം. തമ്പുരാൻ പറയുക, മോശേ, നീ കയറി വരിക, നീ കയറി വരിക, നിനക്ക് പർവ്വതത്തിൽ കയറാൻ ഞാൻ പെർമിഷൻ തരികയാണ്, നീ കയറി വരാൻ പറഞ്ഞു. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ഈ മനുഷ്യന് ഈ പെട്ടകത്തിൽ കയറാൻ ദൈവം കണ്ട യോഗ്യതകൾ 1, 2, 3 എന്ന് പറയാൻ പറ്റുന്നിടത്തോളം നിങ്ങളുമായി പങ്കുവെക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വായിച്ചേ അതിന്റെ 4-ാമത്തെ വാക്യം, 24-ന്റെ 4-ാമത്തെ വാക്യം. മോശ യഹോവയുടെ വചനങ്ങളൊക്കെയും എഴുതി. ശ്രദ്ധിക്കണം,
മോശ യഹോവയുടെ വചനങ്ങളൊക്കെയും എഴുതി. അധികാലത്ത് എഴുന്നേറ്റു പർവ്വതത്തിന്റെ അടിവാരത്ത് ഒരു യാഗപീഠവും ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളുടെ സംഖ്യക്കൊത്തവണ്ണം 12 തൂണും പണിതു. ശ്രദ്ധിക്കണമേ, മോശ അടിവാരത്ത് ഒരു യാഗപീഠം പണിതു. പണിയുക മാത്രമല്ല, ഇസ്രായേൽ 12 ഗോത്രത്തിനൊത്തവണ്ണം കല്ലുനാട്ടി യഹോവയ്ക്കൊരു യാഗപീഠം പണിതപ്പോൾ തമ്പുരാൻ അവിടെ നിന്നുകൊണ്ട് പറയുക, മോശെ നീ കയറി വരിക. സ്തോത്രം. ഒന്ന്, ആര് കൂടാരത്തിൽ കയറുമെന്ന് ചോദിച്ചാൽ, വചനമനുസരിച്ച് ദൈവത്തെ ആരാധിക്കുന്നവൻ കൂടാരത്തിൽ കയറും. ഹലോ, വചനമനുസരിച്ച്, പ്രമാണമനുസരിച്ച് ദൈവത്തെ ആരാധിക്കാൻ മനസ്സുള്ളവൻ എവിടെ കയറും? യഹോവയുടെ പർവ്വതത്തിൽ കയറും, യഹോവയുടെ കൂടാരത്തിൽ കയറും. ഇന്ന് രാത്രിയിൽ അല്ലാതെ ഒരു വഴിയില്ല. മാറാനാഥ സഭയിൽ മെമ്പർഷിപ്പ് എടുത്തത് കൊണ്ടോ, ചർച്ച് ഓഫ് ഗോഡിൽ പോയി ഒരു മെമ്പർഷിപ്പ് എടുത്തത് കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകത്തില്ല, കൂടാരത്തിൽ കയറത്തില്ല. പള്ളിക്കകത്തു കയറാം, സഭയ്ക്കകത്തു കയറാം. കൂടാരത്തിൽ കയറണമെങ്കിൽ വചനം പറയുന്നു, മോശ വചനമനുസരിച്ച് ദൈവത്തെ ആരാധിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞു കയറി വരാൻ. ഈ രാത്രി വചനമനുസരിച്ച് ദൈവത്തെ ആരാധിക്കുന്നവനെ ദൈവം കൂടാരത്തിൽ കയറ്റും. ഈ രാത്രിയിൽ ആര് എന്ത് പറഞ്ഞാലും, ആര് എന്തെല്ലാം പ്രേരിപ്പിച്ചാലും വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങാൻ ഇടവരരുത്. വചനത്തിന് വേണ്ടി നിൽക്കണം. ബന്ധുക്കളും സ്വന്തക്കാരും കൂട്ടം കൂടി ഒറ്റയ്ക്ക് നിന്നെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ വചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങാതെ പ്രമാണത്തിന് വേണ്ടി നിന്നാൽ ദൈവം തമ്പുരാൻ നിന്നെ കൂടാരത്തിനകത്ത് കയറ്റും. ഇന്ന് വചനം ഒരു നിലയിലും സഭയ്ക്കകത്ത് പ്രസംഗിക്കാൻ പോലും അനുവദിക്കുന്നില്ല. എങ്ങനെ പ്രസംഗിക്കും? വല്ലാത്ത പരുവക്കേടല്ലേ നമ്മുടെയൊക്കെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിഷ്ടമുള്ള ഒരു വചനമനുസരിച്ച് ഒരു സ്ഥലം പറയാം. വായിക്കണ്ട, നിങ്ങൾക്ക് പരിചയമുള്ള സ്ഥലമാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു നല്ല യാഗം നടക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, ഇസഹാക്കിൻ്റെ യാഗമാണ്, ഇല്ലേ? അന്ന് ഈ യാഗം ഇങ്ങനെ നടക്കുന്നതിന് മുൻപ് നമുക്കറിയാം 12-ാം അധ്യായത്തിലാണ് അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുന്നത്. 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ തനിക്കുണ്ടാകുകയാണ്. തമ്പുരാൻ പറയുക, അല്ലയോ അബ്രഹാമേ, നിന്റെ മകനായ ഇസഹാക്കിനെ ഞാൻ പറയുന്ന മോറിയ ദേശത്ത് മലയിൽ കൊണ്ടുപോയി കത്തിച്ചു കളയണം, യാഗം കഴിക്കണം. നോക്കണേ, ഇനി ശ്രദ്ധിച്ചോണം കേട്ടോ, ഇതിനകത്ത് ആത്മീക ദൂതുകളുണ്ട്, പിടിച്ചോണം. ഈ മനുഷ്യനോട് ദൈവം അങ്ങനെ ഇടപെട്ടതനുസരിച്ച് അതിരാവിലെ എഴുന്നേറ്റു. ദൈവം തന്നോട് മാത്രമാണ് സംസാരിച്ചിരിക്കുക. അതിരാവിലെ എഴുന്നേറ്റു. എഴുന്നേറ്റതിന് ശേഷം നമ്മൾ വായിക്കുന്നു, വിറക് സ്വയം കീറിയെടുത്തു, കത്തി കയ്യിലെടുത്തു, തീ കയ്യിലെടുത്തു. ഇങ്ങനെ എടുത്തിട്ട് അപ്പൻ മകനെ വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു, മോനെ, ഇന്ന് നമ്മൾ ആരാധനയ്ക്ക് പോകുന്നത് നമ്മുടെ സ്ഥിരം സഭയിലല്ല, ഇച്ചിരി ദൂരെയുള്ള ഒരു ചർച്ചിലാണ് നമ്മൾ ഇന്ന് ആരാധനയ്ക്ക് പോകുന്നത്. അപ്പം മോൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല അച്ഛാ, ഞാനും വരാം, വരുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പച്ചൻ ഉടനെ തീ കൊച്ചിൻ്റെ കയ്യിൽ അങ്ങ് കൊടുത്തെന്ന് കരുതുക. ബാക്കി സാധനങ്ങളെല്ലാം പുള്ളിയുടെ കയ്യിൽ. വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ഒരു സ്റ്റെപ്പ് വെച്ചപ്പോഴേ കൊച്ചങ്ങ് വട്ടം തിരിഞ്ഞു. തിരിഞ്ഞിട്ട് അപ്പനോട് ചോദിക്കുക, അപ്പച്ചാ നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? അപ്പം അപ്പച്ചൻ പറയുക, ഞാൻ ആരാധനയ്ക്കല്ലേ മോനെ പോകുന്നത്, നമുക്ക് ആരാധനയ്ക്കല്ലേ പോകണ്ടേ? അപ്പം ചെറുക്കനൊരു ചോദ്യം ചോദിക്കുക, അപ്പച്ചാ ആരാധനയ്ക്കാണ് പോകുന്നതെങ്കിൽ അപ്പച്ചൻ്റെ കയ്യിൽ തീയുണ്ട്, കത്തിയുണ്ട്, വിറകുണ്ട്, ആരാധനയ്ക്ക് യാഗം കഴിക്കാനുള്ള വസ്തു എന്തിയേ? സ്വത്രം. അങ്ങനെ ചോദിക്കുന്ന ഒരു തലമുറ നമ്മുടെ ഇടയിൽ എഴുന്നേക്കണം. വചനം വിട്ടിടത്തോട്ടോ ഈ കുഞ്ഞ് അപ്പൻ്റെ കൂടെ പോവുക. എത്ര ദിവസത്തെ യാത്ര പോയെന്നറിയാമോ? 3 ദിവസം. 3 ദിവസം യാത്ര ചെയ്ത് മലയിലെത്തി. നമുക്കറിയാം, കരുതലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആവേശമാണ്. അതുകൊണ്ട് ഇസഹാക്കിന്റെ ശരീരത്തിൽ വാൾ പതിക്കുന്നതിന് മുൻപ് ദൈവശബ്ദം, ബാലന്റെ മേൽ കൈവെക്കരുത് എന്ന് പറയാൻ, ആ ശബ്ദം കേൾക്കാനും അല്ല, ഈ ആട്ടുകൊറ്റനെ കണ്ടെത്താനും കാരണമായ ഒരു സംഭവമുണ്ട്. സ്വത്രം. ഇന്ന് രാത്രി കേട്ടോണം, ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും കേട്ടോണം. അബ്രഹാമിന് ദൈവം കരുതിയതിനെ കുറിച്ച് പ്രസംഗിക്കും, നമ്മൾ കേൾക്കും. ഇസഹാക്കിന് വേണ്ടി ദൈവം കരുതിയത് നമ്മൾ പ്രസംഗിക്കും. ഇന്ന് രാത്രി ആർക്കാ കരുതിയെന്ന് ഞാൻ പറയാം, ശ്രദ്ധിച്ചോണേ.
3 ദിവസത്തിന് മുൻപ് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അപ്പൻ കയ്യിൽ കൊടുത്ത ഒരു ധൂപമുണ്ട്, ഒരു തീ. ഈ 3 ദിവസത്തെ യാത്രയിലും തീ കെട്ടുപോകാതെ മലയിൽ കയറിയ ഇസഹാക്കിന് വേണ്ടിയാ ദൈവം കരുതിയത്. സ്വത്രം 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 സ്വത്രം. ഇന്ന് രാത്രി ദൈവസഭയോട് ഈ ദൂത് കൈമാറുകയാ. മക്കളെ, ആർക്കാ ദൈവം കരുതുന്നത്? തീ അണഞ്ഞു പോകാതെ കൊണ്ടു നടക്കുന്നവന്. സ്വത്രം സ്വത്രം. തീ അണഞ്ഞു പോകാതെ കൊണ്ടു നടക്കുന്നവന് വേണ്ടി അന്നും ഇന്നും തമ്പുരാൻ കരുതും. ക്യാമ്പസിൽ, നിന്റെ കലാലയത്തിൽ, നീ ജോലി ചെയ്യുന്നിടത്ത് ഈ തീ കെട്ടുപോകരുത്. സഖാക്കിന് കരുതി എന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ ഓർക്കണം, തീ കെടാതെ കൊണ്ടുപോയവനാ ദൈവം കരുതിയത് മലയിൽ. ഇനി ഒരു കാര്യം നിങ്ങളുടെ ആശ്വാസത്തിനും ധൈര്യത്തിനും വേണ്ടി പറയാം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ: ഇസഹാക്കിന് വേണ്ടി, ഇസഹാക്കിന് പകരം തമ്പുരാൻ എന്തിനെ കരുതിയെന്ന് എഴുതിയിരിക്കുന്നേ? പറഞ്ഞേ. ആട്ടുകൊറ്റൻ. ആട്ടുകൊറ്റൻ. ശരിയാ, ആട്ടുകൊറ്റൻ. പൊതുവെ നമ്മൾ പറയാറുള്ളത് ഒരു ആട്ടിൻകുട്ടിയെ കരുതിയെന്നാ. സ്വത്രം. ആട്ടിൻകുട്ടിയല്ല, അവിടെ എഴുതിയിട്ടുണ്ട് ആട്ടുകൊറ്റൻ. എന്താ ആട്ടുകൊറ്റനും ആട്ടിൻകുട്ടിയും തമ്മിലുള്ള വ്യത്യാസം? ആട്ടിൻകുട്ടി എന്ന് പറഞ്ഞാൽ ആട് പ്രസവിക്കുന്നതെല്ലാം ആട്ടിൻകുട്ടിയാ. പക്ഷേ ആട്ടുകുട്ടി ആട്ടുകൊറ്റനാകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 3 വർഷം എടുക്കും. 3 വർഷം. പഠിച്ചോ? ചരിത്രത്തിൽ എഴുതിയാൽ, ചരിത്രം തപ്പി നോക്കിയാൽ കാണാൻ കഴിയും. 3 വർഷം തികഞ്ഞാൽ മാത്രമേ ഒരാട്ടിൻകുട്ടി ആട്ടുകൊറ്റനാകുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, 3 രാത്രികൾക്ക് മുൻപ്, 3 ദിവസത്തിന് മുൻപ് അബ്രഹാമിന്റെ കൂടാരത്തിൽ തമ്പുരാൻ പറഞ്ഞു, നീ നിന്റെ മകനെ യാഗം കഴിക്കണമെന്ന്. പക്ഷേ ആരാധനയ്ക്ക് വേണ്ടി, പ്രമാണത്തിന് വേണ്ടി നിന്നവന് വേണ്ടി നാം വായിക്കുന്നു, മലയിൽ ഒരു ആട്ടുകൊറ്റനെ കരുതിയെന്ന് പറഞ്ഞാൽ 3 ദിവസത്തിന് മുൻപ് പറഞ്ഞ ദൂത് അവന്റെ മേൽ നിറവേറപ്പെടുന്നതിന് മുൻപ് 3 വർഷത്തിന് മുൻപേ ഒരാട്ടുകൊറ്റനെ തമ്പുരാൻ ഒരു വീട്ടിൽ കരുതി വെച്ചിരുന്നു. ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൂത് പറയുന്നു, നിന്റെ തലമുറ ജനിക്കുന്നതിന് മുൻപ്, നിന്റെ കുഞ്ഞ് പഠിക്കാൻ പോകുന്നതിന് മുൻപ്, നിന്റെ കുടുംബം ഇവിടെ വന്ന് താമസിക്കുന്നതിന് മുൻപ് ഈ പട്ടണത്തിൽ നിനക്ക് ആവശ്യമുള്ളത് കരുതിയിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. നമ്മൾ കോഴിക്കുഞ്ഞിനെ വാങ്ങിയതിന് ശേഷമാ കൂടുണ്ടാക്കുന്നത്. തമ്പുരാന്റെ പരിപാടി അതല്ല, കൂടുണ്ടാക്കിയതിന് ശേഷമാ കോഴിക്കുഞ്ഞിനെ തരുന്നത്. ഇന്ന് രാത്രി നിന്റെ തലമുറയ്ക്ക് വേണ്ടത്, നിന്റെ സഭയ്ക്ക് വേണ്ടത്, നിന്റെ കുടുംബത്തിന് വേണ്ടത് തമ്പുരാൻ കരുതിയിട്ടുണ്ട്. സമയം മുൻപോട്ട് പോകുന്നു. ഒന്ന്, ആര് കൂടാരത്തിൽ കയറി? ആരാധന പ്രമാണമനുസരിച്ച് കഴിച്ചവനെ തമ്പുരാൻ കൂടാരത്തിൽ കയറ്റി, പർവ്വതത്തിൽ കയറ്റി. രണ്ടാമത്തെ ചിന്ത വേഗത്തിൽ വായിച്ചാട്ടെ. രണ്ടാമത്തെ ചിന്ത അതിന്റെ 12-ാമത്തെ വാക്യം വായിക്കാമോ? 12-ാമത്തെ. പിന്നെ യഹോവ മോശയോട് നീ എന്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് ഇവിടെ ഇരിക്ക, ഞാൻ നിനക്ക് കൽപ്പനകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനകളും തരും എന്ന് അരുളി ചെയ്തു. ശ്രദ്ധിക്കണേ. രണ്ടാമത് ആര് കൂടാരത്തിൽ കയറും? ആര് പർവ്വതത്തിൽ കയറും? കൽപ്പനകളും പ്രമാണവും അനുസരിക്കുന്നവൻ അങ്ങോട്ട് കയറും. ഹലോ, ചുമ്മാതെ വന്നു പോകുന്നവനെ കയറ്റി നിറയ്ക്കുന്ന ഇടമല്ലാതെ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവനെ, കൽപ്പന അനുസരിക്കുന്നവനെ തമ്പുരാൻ അവിടെ കയറ്റും. ഇന്ന് രാത്രി ശക്തമായി ദൈവാത്മാവ് പറയുന്നു, സഭയ്ക്കകത്ത് പ്രമാണത്തിലേക്ക് മടങ്ങി വരണം. നാടോടുമ്പം കൂടെ ഓടേണ്ടവനല്ല നാം. സ്തോത്രം. ഈ രാത്രിയിൽ ആരുടെയും അടുക്കൽ വന്ന് ഈ ദൂതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, എവിടെയൊക്കെ പാളിച്ചകളും വീഴ്ചകളും ഒക്കെ വന്നിട്ടുണ്ട്, തമ്പുരാൻ പറയുന്നു പ്രമാണത്തിലേക്ക് മടങ്ങി വരണം. അങ്ങോട്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, പർവ്വതത്തിൽ കയറുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ, ഒരു മടങ്ങി വരവിന് തയ്യാറാകണം. വചനം പറയുന്നു, കൽപ്പനയനുസരിക്കുന്നവനെ, പ്രമാണമനുസരിക്കുന്നവനെ മാത്രമേ അതിനകത്തു കയറ്റുകയുള്ളൂ. നമ്മുടെ ഇടയിൽ പ്രമാണം നഷ്ടപ്പെട്ടു. പ്രമാണമൊന്നുമില്ല. എന്തും ചെയ്യാൻ നമ്മൾ തയ്യാറാ. എന്ത് പരിപാടിക്കും നമ്മൾ നിൽക്കും. ഒരു പ്രശ്നവും ഇല്ല. എന്നാൽ നമ്മുടെ പിതാക്കന്മാർ അങ്ങനെ ആയിരുന്നല്ലോ. ഈ പ്രമാണത്തിന് വേണ്ടി അവർ നിന്നേ. സ്തോത്രം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു 10 വർഷത്തോളം സുൽത്താൻ ബത്തേരിയിൽ താമസിച്ച വയനാട്ടിൽ. ഇപ്പോഴും വയനാടുമായി അടുത്ത ബന്ധമുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ പോയിരുന്നു. ദൈവം അനുവദിച്ചാൽ 17-ാം തീയതി വീണ്ടും പോകുന്നുണ്ട്. ഞാൻ ഈ ബത്തേരിയിൽ, സുൽത്താൻ ബത്തേരിയിൽ താമസിക്കുമ്പം ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, ഞാനും വൈഫും.
ഞങ്ങളുടെ തൊട്ടപ്പുറം ഇപ്പുറം 3 ഫ്ലാറ്റ്, 3 പേർക്ക് താമസിക്കാവുന്ന അപ്പാർട്ട്മെൻറ്റാണ്, ഒറ്റ നിലയിൽ തന്നെ. അപ്പുറത്തും ഇപ്പുറത്തും 2 അക്രൈസ്തവരായ ആളുകൾ, ഞങ്ങൾ മാത്രമാണ് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ. 2 പേരും, ഒരാൾ ഹിന്ദു ഒരാൾ മുസ്ലിമുമാണ്. ഈ മുസ്ലിം സഹോദരന് ബത്തേരിയിൽ അന്നും ഇന്നും ഒരു ബിസിനസ്, ഒരു കടയുണ്ട്. അദ്ദേഹം രാവിലെ അദ്ദേഹവും വൈഫും ഏതാണ്ട് ഒരു 8 മണിയാകുന്നതിന് മുമ്പ് അവർ പോകും. തൊട്ടിപ്പുറത്ത് താമസിക്കുന്ന ആൾക്കൊരു ബിസിനസ് ഉണ്ട്. ചേച്ചി പുള്ളിക്കാരി അവിടുത്തെ സ്കൂളിലെ അധ്യാപികയാണ്. അങ്ങനെ 2 വീട്ടുകാരും കൃത്യമായി രാവിലെ എപ്പോഴും അവർ വീട്ടിൽ നിന്ന് അങ്ങ് പോകും. പിന്നെ വൈകിട്ടേ വരത്തുള്ളൂ. പിന്നെ ഞങ്ങളാ മിക്കവാറും അപ്പാർട്ട്മെൻറ്റിലുള്ള, ഞങ്ങൾക്ക് എപ്പം വേണേലും പോവുകയും വരും. പാസ്റ്ററല്ലേ, എപ്പം വന്നാലെന്താ പോയാലെന്താ, ഞങ്ങൾ മിക്കവാറും ഒക്കെ അവിടെ കാണും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു 11 മണിയായപ്പം ഞങ്ങളുടെ ബെല്ല് വന്നടിച്ച ഒരാൾ. റിനി പോയി വാതിൽ തുറന്നു, എൻ്റെ വൈഫ് പോയി വാതിൽ തുറന്നപ്പോൾ നണ്ടാ ഒരു ചേച്ചി, ഒരു നല്ല ചെറുപ്പക്കാരിയായ ചേച്ചി, കയ്യിലൊരു പാത്രമുണ്ട്. അപ്പോൾ ഉടനെ ഞങ്ങളിങ്ങനെ ഞെട്ടി നോക്കിയപ്പോൾ ചേച്ചി പറഞ്ഞു, തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. അപ്പോൾ പറയുകയാണ്, ഞാൻ ഈ ഒരു നേർച്ച വാങ്ങാൻ വന്നതാണ് എന്ന് പറഞ്ഞാൽ ഭിക്ഷയ്ക്ക് വന്നതല്ല, പിന്നെ ഒരു നേർച്ച. അപ്പോൾ ഞാൻ എന്തുവാ സംഭവം? അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ ഒരു 100 വീട് കയറി വേളാങ്കണ്ണിയിലേക്ക് ഒരു നേർച്ച കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. ഈ സഹോദരി പറയുക. അപ്പം ഞാൻ ഉടനെ, മറ്റേ 2 റൂം വീട് അടഞ്ഞു കിടക്കുക, ഞങ്ങളാണ് നടുക്ക് താമസിക്കുന്നത്. ഞാൻ ഉടനെ ഈ സിസ്റ്ററോട് പറഞ്ഞു, ശ്രദ്ധിക്കണേ, ഈ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ, ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും കൊടുക്കത്തില്ല. ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും, വേറൊന്നും ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും കൊടുക്കത്തില്ല. ഉടനെ ഈ വന്ന സഹോദരി ഇങ്ങോട്ട് ഞങ്ങളോട് ചോദിക്കുകയാണേ, അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്നത് പെന്തക്കോസുകാരാണോ എന്ന്. ഹലോ, ഞാൻ പറഞ്ഞു, ഇപ്പോഴും മനസ്സിലായില്ലേ? കത്തിയില്ല, ട്യൂബ് കത്തിയില്ല. എടാ, ഞാൻ പെന്തക്കോസുകാരനാണെന്നൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞെന്താ, ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിന്. അവരിങ്ങോട്ട് ചോദിക്കുക, നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്ന ഒരു പെന്തക്കോസുകാരാണെങ്കിൽ കൊട്ടാതെ പോകാനാ, ബെല്ലടിക്കാതെ. അവർക്കറിയാം പെന്തക്കോസുകാർ കൊടുക്കത്തില്ലെന്ന്. പക്ഷെ നമുക്കിപ്പോഴും പിടി കിട്ടിയിട്ടില്ല. നമ്മളുള്ള ഉത്സവത്തിനും കൊടുക്കും, എല്ലാ പൊങ്കാലയ്ക്കും കൊടുക്കും, എല്ലാ പരിപാടിക്കും നമ്മൾ കൊടുക്കും. പക്ഷെ നിങ്ങൾ അറിയണം, ജാതികൾക്കറിയാം നമ്മൾ കൊടുക്കത്തില്ലെന്ന്. പക്ഷെ നമ്മൾ എവിടെ വെച്ചാലും എന്തിനും കൊടുക്കും, എന്തിനും ചെയ്യും. ഇന്ന് രാത്രി പ്രമാണത്തിന് നിൽക്കണമെന്നായി പറഞ്ഞ്, പ്രമാണത്തിന് വേണ്ടി നിൽക്കണം. ഈ കഴിഞ്ഞ പകലില് ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ ആരോട്ടോ സംസാരിച്ചപ്പം, ഞാൻ ട്രൈബൽ മിഷൻ എന്ന് പറഞ്ഞ സംഘടനയെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അറിയും. കാരണം ഡോക്ടർ മുരളീധരൻ സാറ് ആരംഭിച്ചൊരു പ്രസ്ഥാനമാണ്. അതിൻ്റെ ദീർഘകാല കേരളത്തിൻ്റെ പ്രമോഷൻ സെക്രട്ടറി ആയിരുന്നു ഒരു ഇവാഞ്ചലിക്കക്കാരൻ ജോണി അച്ഛൻ, അച്ഛനല്ല ജോണിയപ്പച്ചൻ. അപ്പച്ചൻ മരിച്ചുപോയി. അപ്പം ഇതിന് 3 മക്കളെ, ഇവാഞ്ചലിക്കക്കാരാ, കീഴിലെ ഭാഗത്താണ് താമസിക്കുന്നത്, പെരുമ്പാവൂരിനടുത്താണ്. അപ്പം അപ്പച്ചന് 3 മക്കൾ. അതിൽ ഒരാൾ ഇന്ന് ഇവാഞ്ചലിക്കലിലെ ഏറ്റവും സീനിയർ അച്ഛനാണ്, സണ്ണി കെ ജോൺ അച്ഛൻ. ബാക്കി 2 സഹോദരങ്ങളുണ്ട്. അങ്ങനെ 3 ആൺമക്കൾ. അപ്പച്ചന് ചെറുപ്രായത്തിലെ ദൈവവിളി ഉണ്ടായിരുന്നു. പക്ഷെ പട്ടിണിയും പരിവട്ടം ആയതുകൊണ്ട് വേലയ്ക്ക് മുഴുവൻ ഇറങ്ങാൻ പറ്റിയില്ല. 19ാമത്തെ വയസ്സിൽ FACT ജോലി കിട്ടി. അപ്പച്ചന് ജോലിക്ക് പോകേണ്ട നിർബന്ധമുണ്ടായി. എങ്കിലും സുവിശേഷ വേല, ദാണ്ട് ഈ അച്ഛൻ ഇരിക്കുന്ന പോലെ ഒരു തോൾസഞ്ചിയൊക്കെ എപ്പോഴും അപ്പച്ചൻ്റെ കയ്യിൽ കാണും. അങ്ങനെ ഈ ദൈവദാസൻ രാവിലെ 9 മണിക്ക് ജോലിക്ക് കളമശ്ശേരിയിൽ പോകുന്നതിന് തൊട്ട് മുൻപ് ഒരു 2-3 വീട്ടിലെങ്കിലും കയറി യേശുവിനെ കുറിച്ച് പറയും. എന്നിട്ടേ ജോലിക്ക് പോകത്തുള്ളൂ. തിരിച്ചു വന്നിട്ട് ഒരു 2 വീട് കയറുക മാത്രമല്ല, ഏതെങ്കിലും ഒരു വീട്ടിൽ രാത്രി ഒരു യോഗം കാണും. അങ്ങനെ വേലയും ജോലിയും ഒരുമിച്ച് കൊണ്ട് കിടക്കുക. അതുകൊണ്ട് വീട്ടിലെ പല കാര്യവും അച്ഛന് ശ്രദ്ധിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ആകെ 10 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. ശ്രദ്ധിച്ചോണേ, 10 സെൻറ്റ് സ്ഥലം, വേറെ ഒന്നും ഇല്ല. അപ്പച്ചന് ഈ വീടുമായിട്ട് വലിയ അടുപ്പോ അല്ലെങ്കിൽ ഈ സ്ഥലവുമായിട്ടൊന്നും വലിയ ബന്ധമില്ല. അമ്മാമയ്ക്ക് വലിയ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അമ്മാമ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരിശോധനകളൊക്കെ നടത്താറുണ്ട്. ഈ അപ്പച്ചൻ്റെ ജോണി അച്ഛൻ്റെ വീടിനോട് ചേർന്ന് ഒരു ഈഴവ സഹോദരൻ പാർക്കുന്നുണ്ട്. ആളുടെ പേര് സോമൻ. ഹലോ, പേരെന്താ? സോമൻ. സോമൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. സോമന് സ്ഥലം ഒത്തിരി ഉണ്ടെങ്കിലും കൃഷി മുഴുവൻ അതിരേല. ഹലോ, ചില ആളുകൾ അങ്ങനെയാണ്. ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടെങ്കിലും പണി മുഴുവൻ എവിടാ? അതിരല്ല. അവൻ മകാഗണി വെക്കുമ്പോൾ ഇവൻ തേക്ക് വെക്കുമ്പോൾ ഇവൻ പന വെക്കും. ഇങ്ങനെ അതിരല്ല പണി. ഇങ്ങനെ അതിരെ പണിത് അപ്പച്ചൻ്റെ നടന്ന സംഭവമാണേ. അപ്പച്ചൻ്റെ സ്ഥലം കുറച്ചിങ്ങനെ അങ്ങ് പോയി. അപ്പച്ചൻ കാര്യമാക്കിയില്ല. പിന്നെ മാന്തി ഈ കിണർ അതിരിൻ്റെ ഭാഗത്താണ്. ഇങ്ങനെ മാന്തി ഏതാണ്ട് കിണറിൻ്റെ വക്ക് വരെ എത്തി. കിണറിൻ്റെ സൈഡ് മാന്താൻ തുടങ്ങി. അത് അമ്മാമയ്ക്ക് പിടികിട്ടി. കാരണം ഇനി മാന്തിയാൽ കിണർ ഇടിഞ്ഞു വീഴും, വെള്ളം കൂടി മുട്ടും. അതുകൊണ്ട് ഇച്ചിരി കലിപ്പിച്ച് അമ്മാമ അന്ന് പകൽ ഇത് കണ്ടിട്ട് വീട്ടിലിരിക്കുക. അപ്പച്ചൻ വരുമ്പോൾ തന്നെ പറയണം. അമ്മാമ ഇങ്ങനെ വാതുക്കെ നിൽക്കുക.
കണ്ടപ്പോഴേ അച്ഛന് മനസ്സിലായി ഇന്നെന്തോ, ചിലപ്പോൾ അങ്ങനെയാണല്ലോ ഞങ്ങൾ സഹോദരിമാരിങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴേ ഞങ്ങൾക്കറിയാം എന്തോ പന്തികേടുണ്ടെന്നറിയാം. അച്ഛന് മനസ്സിലായി എന്തോ ഒരു പന്തികേടുണ്ടെന്ന്. എങ്കിലും അങ്ങോട്ട് വന്നപ്പോൾ ചോദിക്കുക, അമ്മമ്മ ചോദിക്കുക, നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്നോ, വെള്ളം കൂടി മുട്ടാൻ പോവുക. അച്ഛൻ പറഞ്ഞു, എടി ഒന്ന് അടങ്ങ്, ഞാനൊന്ന് അകത്തോട്ട് കയറട്ടെ. അകത്ത് കയറി ശാന്തമായി ചോദിച്ചപ്പോൾ പറഞ്ഞു, ദാണ്ടേ അവൻ മാന്തി ഏതാണ്ട് അതിരിൻ്റെ അടുക്ക വന്നു, നിങ്ങൾ പോയി 2 വർത്താനം പറ. ഷോ നോക്കണേ, സുവിശേഷകൻ ഇവാഞ്ചലിക്കക്കാരുടെ കഥയാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ആകെ ഒരു പ്രയാസമായി, ഇനി എന്തോ ചെയ്യും. പിന്നെ വെള്ളം കൂടിയുടെ കാര്യമായതുകൊണ്ട് എന്നാ ഒന്ന് പറഞ്ഞേക്കാം. അപ്പം നേരെ ഡ്രസ്സ് മാറി, ഒരു കള്ളിമുണ്ട്, സ്ഥിരമായി ഉടുക്കുന്ന മുണ്ടാണ്. പക്ഷേ ഈ മുണ്ട് മടക്കി കുത്തുന്ന പരിപാടിയൊന്നുമില്ല, മടക്കി കുത്താറില്ല. പക്ഷെ ഇത് ഈ കേട്ട വിഷയം സീരിയസ് ആയതുകൊണ്ട് അപ്പച്ചൻ കള്ളിമുണ്ട് മടക്കി അങ്ങ് കുത്തി. ഒരു തോർത്ത് തോളയിലിടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ വിഷയത്തിൻ്റെ ആധികാരികത കേട്ടപ്പം ഈ തോളയിലിടേണ്ട തോർത്തെടുത്ത് തലയിൽ കെട്ടി. ഇളയ മോൻ സണ്ണി കെ ജോണച്ചൻ, അന്ന് അച്ഛനല്ല, നിർമ്മല മൂവാറ്റുപുഴ കോളേജിൽ പഠിക്കുക. ചെറുക്കൻ നോക്കിയപ്പോൾ അപ്പച്ചൻ സ്ഥിരമല്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യുന്നു. ഇന്ന് എന്തേലും നടക്കാനുള്ള സാധ്യത ഉണ്ട്. ഈ മുണ്ട് മടക്കി കുത്തി തലയെ കെട്ടുമൊക്കെ കെട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി സോമൻ്റെ വീട്ടിലോട്ട് പോകുമ്പം ചെറുക്കനൊരു വല്ലാത്ത ഭയം. അപ്പം പോയി മിക്കവാറും തല്ല് മേടിച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്, വഴക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അപ്പച്ചനാണല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും വലിയ പ്രശ്നം വന്നാൽ ഇടപെടാൻ വേണ്ടി അപ്പച്ചൻ കാണാതെ ഇവൻ പുറകെ നടക്കുക, പുറകെ പോവുക. നേരെ സോമൻ്റെ വീട്ടിലേക്ക് ജോണിച്ചാൻ ചെന്നു. അവിടെ നിന്നുകൊണ്ട് ജോണിച്ചാൻ സോമ എന്ന് 2 വിളി വിളിച്ചു. 2ാമത്തെ വിളിയിൽ സോമൻ്റെ ഭാര്യ വന്നു. ഭാര്യയോട് ചോദിച്ചു, എടി സോമൻ എന്തി, അവിടെ ഇല്ലേ? ഉണ്ട്, വിളിക്കാൻ പറഞ്ഞു. അവരിങ്ങോട്ട് വരുന്നത് കണ്ടപ്പോഴേ അച്ഛൻ്റെ മടക്കിക്കുത്ത് താഴോട്ടങ്ങ് അഴിച്ചിട്ടു, തലയിലെ തോർത്തും അഴിച്ചു. ചെറുക്കന് മനസ്സിലായി ഒരു പരിപാടി നടക്കാൻ പോകുന്നില്ല. എങ്കിലും അപ്പച്ചനാണല്ലോ, അവിടെ മാറി നിന്നു. ഒരല്പസമയം കഴിഞ്ഞപ്പോൾ സോമനോട് പറയും, എടാ സോമ, നീ ചെയ്യുന്നത് ശരിയല്ല. നോക്കണേ, നീ ചെയ്യുന്നത് ശരിയല്ല. നീ ഇനിയും ഇങ്ങനെ ചെയ്താൽ എൻ്റെ കിണർ ഇടിഞ്ഞ് താഴെ വീഴും, ഞങ്ങൾക്ക് വെള്ളം കൂടി മുട്ടിപ്പോകും, ദൈവം നിന്നോട് ചോദിക്കും. ഒന്നുകൂടെ പറഞ്ഞു, ദൈവം നിന്നോട്. ഇത് കേട്ടപ്പോഴേ സണ്ണിച്ചാന് മനസ്സിലായി ഒരു പരിപാടി നടക്കത്തില്ല. നേരെ മകൻ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പം പഴയ നിന്നതുപോലെ അമ്മാമ്മ ഇങ്ങനെ നിൽക്കുക, റിപ്പോർട്ട് കേൾക്കാൻ. എടാ അപ്പം പോയി കാര്യം പറഞ്ഞോ? അപ്പൊ ചെറുക്കൻ്റെ മറുപടി, ചെറുക്കൻ പറയാ, അപ്പച്ചൻ പോയി ഒരു അനുശോചനം പറഞ്ഞിട്ട്, ചിരിക്കാൻ സമയമായില്ല, ഒരു അനുശോചനം പറഞ്ഞിട്ട്, ശരിയല്ലയോ, ഒരു അനുശോചനം പറഞ്ഞിട്ട് വരുന്നു. അപ്പച്ചൻ ഇങ്ങോട്ട് കയറി വരുമ്പം അമ്മാമ്മ അതേ ആവേശത്തോടെ ചോദിക്കുക, നാണമില്ലയോ മനുഷ്യ പോയി അനുശോചനം പറഞ്ഞിട്ട് വന്നേക്കുന്നത്? അപ്പച്ചൻ പറയുക, എടി എനിക്ക് സോമനോട് ഇതിൽ കൂടുതൽ പറയാൻ പ്രമാണമില്ല. ഹലോ, ഇന്ന് രാത്രി കേട്ടോ, എനിക്ക് അവനോട് ഇതിൽ കൂടുതൽ പറയാൻ പ്രമാണമില്ല. ഇതിനപ്പുറത്തേക്ക് അവനോട് പെരുമാറാൻ എനിക്ക് പ്രമാണമില്ല. ഇന്ന് രാത്രിയിൽ ദൈവമക്കൾ അറിയണം, പ്രമാണമനുസരിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം. അപ്പച്ചൻ വിട്ടില്ല കേട്ടോ, അപ്പച്ചൻ വിട്ടില്ല. പിള്ളേർ 3 അപ്പോഴത്തേക്ക് വന്നു വൈകിട്ട്. അപ്പച്ചൻ അമ്മാമ്മയെ വട്ടം ഇരുത്തി ഭാര്യയോട് ചോദിക്കുക, എടി നീ രക്ഷിക്കപ്പെട്ടതാണോ? ചോദിക്കുക, നീ രക്ഷിക്കപ്പെട്ടതാണോ? അപ്പോൾ ഉടനെ അമ്മാമ്മ പറയും, എന്തോ അച്ഛാ അങ്ങനെ ചോദിക്കുന്നത്? കീഴിലത്തെ 2 കൺവെൻഷന് കൈ ഉയർത്തിയത് അച്ഛൻ കണ്ടതല്ലേ? കീഴിലം കൺവെൻഷന് കൈ ഉയർത്തിയ കാര്യമായി പറയുന്നേ. അപ്പോൾ പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടതാ, ഉറപ്പുവരുത്തി. പിള്ളേരോട് 3 പേരോടും ചോദിച്ചു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? കൊച്ചുങ്ങൾ പറഞ്ഞു, അപ്പച്ചാ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതാ. അപ്പച്ചൻ്റെ മറുപടി, ഞാനും രക്ഷിക്കപ്പെട്ടതാ. നീ കേട്ടോണേ, ഇന്ന് രാത്രിയിൽ ശ്രദ്ധിച്ചോ, ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവ് വന്നാൽ നമ്മൾ 5 പേരും എവിടെ പോകും? പറഞ്ഞോ, ശരിയാ, നമ്മൾ 5 പേരും സ്വർഗത്തിൽ പോകും. ശരിയല്ലേ? രക്ഷിക്കപ്പെട്ടതല്ലേ? 5 പേരും സ്വർഗത്തിൽ പോകും. പിന്നെ ഈ കിണർ ആരുടെയാ? അതാ ശരി, ഈ കിണർ പിന്നെ ആരുടെയാ? സോമന്റെയാ. ഇത്രയും വെളിപ്പാടുണ്ടെങ്കിൽ എന്ത് പ്രശ്നം പരിഹരിച്ചേനെ? സ്വത്രം, ശരിയല്ലേ? നമ്മൾ പലപ്പോഴും ഈ കിടന്ന് ചെതയുന്നതും ഈ വഴക്കുണ്ടാക്കുന്നതും ഒക്കെ ഇവിടുത്തേക്കല്ലേ? അപ്പച്ചൻ പറഞ്ഞതാ, ഒരു ഇവാഞ്ചലിക്കക്കാരൻ. ഇന്ന് രാത്രി ദൈവമക്കൾ അറിയണം, പ്രമാണത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാ, അതിനു വേണ്ടി നിൽക്കണം. സ്വത്രം, സമയം തീരുക. ഈ രാത്രി ഞാൻ ആവർത്തിച്ച് പറയാം, പ്രമാണമുള്ളവനോട് പറഞ്ഞു കയറി വരാൻ. സ്വത്രം. അപ്പൊ 2 ചിന്ത പറഞ്ഞേ, ആര് കൂടാരത്തിൽ പാർക്കും? വചനമനുസരിച്ച് ദൈവത്തെ ആരാധിക്കുന്നവൻ എവിടെ കയറും? കൂടാരത്തിൽ കയറും. 2ാമത് മോശയെക്കുറിച്ച് വായിക്കുന്നു, അവൻ പ്രമാണം കൽപ്പനയും അനുസരിച്ച് ജീവിച്ചു. 3ാമത്തെ ചിന്തയുടെ വേഗത്തിൽ അങ്ങ് പറയാം, വായിച്ചാട്ടെ. 24-ന്റെ 8ാമത്തെ വാക്യം വായിച്ച, 24-ന്റെ 8. അപ്പോൾ മോശ
രക്തമെടുത്തു ആ. ജനത്തിന്മേൽ തളിച്ചു. ആ. ഈ സകല വചനങ്ങളും ആധാരമാക്കി ആ. യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. വായിച്ചോ. അനന്തരം മോശയും അഹരോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും കൂടെ കയറി ചെന്നു. അവർ മതി, ശ്രദ്ധിക്കണേ. ആര് കൂടാരത്തിൽ കയറും, ആര് പർവ്വതത്തിൽ കയറും? ഇവിടെ നാം വായിച്ച വേദഭാഗം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി. അപ്പോൾ മോശയെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നു. മോശയ്ക്ക് അവിടെ കയറാൻ കാരണമായ കാര്യം നിങ്ങൾ ഓർക്കണേ. ആദ്യം മോശ മാത്രമാണ് കയറിയത്. ഇപ്പോൾ മോശയോട് കൂടെ 70 പേരും കൂടെ തമ്പുരാൻ പറഞ്ഞ് കയറി വരാൻ. എങ്ങനെയാ അവർക്ക് അവിടെ കയറാൻ അനുവാദം ലഭിച്ചത്? രക്തം എടുത്തു, കുഞ്ഞാടിന്റെ രക്തമെടുത്ത് അവരുടെ തലമേൽ തളിച്ചു. ഇന്ന് രാത്രി പറയുന്ന ദൂത് കേട്ടോണം. ആര് പർവ്വതത്തിൽ കയറും? കുഞ്ഞാടിന്റെ രക്തത്തളി പ്രാപിച്ചവൻ അവിടെ കയറും. ഹലോ, സ്തോത്രം. മോശയും കൂടെ 70 പേരും കുഞ്ഞാടിന്റെ രക്തം ശരീരത്തിൽ പുരട്ടിയ 70 പേരടങ്ങുന്ന ഒരു സംഘം ഇതിനകത്ത് കയറിയെന്ന് പഴയ നിയമത്തിൽ വായിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയുന്ന ദൂത് ശ്രദ്ധിച്ചോണം. പഴയ നിയമകാലത്ത്, അല്ലെങ്കിൽ ഒന്നുകൂടെ പറയാം, കുഞ്ഞാടിന്റെ രക്തത്തിന് പരിമിതികളുണ്ട്. ഒരാടിന്റെ രക്തം 70 പേരുടെ ശിരസിൽ ഒഴിച്ചപ്പോൾ തീർന്നുപോയി. എന്നാൽ പുതിയ നിയമസഭ തിരിച്ചറിയണം, നമുക്ക് വേണ്ടി ഒരു ആടറുക്കപ്പെട്ടു. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുക്രിസ്തുവിന്റെ രക്തത്തിന് പരിമിതികളില്ല. ഇന്ന് രാത്രി കളർ നോക്കാതെ, പ്രായം നോക്കാതെ, കുടുംബം നോക്കാതെ അവന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്നവന്റെ മേൽ, ഹൃദയം തുറക്കുന്നവന്റെ മേൽ, ഞാനൊരു പാപിയാണെന്നും എന്റെ ജീവിതം തകർന്നു പോയെന്നും സമ്മതിക്കുന്നവന്റെ മേൽ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്താൽ കഴുകൽ പ്രാപിക്കുന്നവന് മാത്രമേ കൂടാരത്തിൽ കയറാൻ കഴിയുകയുള്ളൂ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. എനിക്ക് ലഭ്യമായ സമയം ഞാനിവിടെ അവസാനിപ്പിക്കുക. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന ദൂതൊന്നുമല്ല പറഞ്ഞത്. എനിക്കങ്ങനെ പ്രസംഗിക്കാൻ അറിയാം കേട്ടോ. സ്വോത്രം. ഇന്ന് രാത്രിയിൽ ചില മുന്നറിയിപ്പുകൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നു. എന്നോടും കൂടെയുള്ള ദൈവശബ്ദമാണ്. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ദൈവസഭയെ പ്രബോധിപ്പിക്കുന്നു. 8ാമത്തെ രാത്രി ഈ 2025 ഉപവാസത്തിലേക്ക് പ്രവേശിച്ച സഭയോട് പറയുന്നു, യഹോവയുടെ കൂടാരത്തിൽ ആര് പാർക്കും? അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? മോശ പർവ്വതത്തിൽ കയറുവാൻ, 70 പേര് പർവ്വതത്തിൽ കയറുവാൻ ദൈവം വെച്ച മാനദണ്ഡം, ദൈവം നോക്കിയ യോഗ്യതകൾ അക്കമിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി. പ്രമാണത്തിനു വേണ്ടി നിന്ന് കൽപ്പനകൾ അനുസരിക്കുന്നവനോട് തമ്പുരാൻ പറഞ്ഞു, കയറി വരിക. വചനമനുസരിച്ച് ആരാധിക്കുന്നവനെ തമ്പുരാൻ കൂടാരത്തിൽ കയറ്റും. വചനമനുസരിച്ച് ദൈവത്തെ ആരാധിക്കുന്നവനെ തമ്പുരാൻ കൂടാരത്തിൽ കയറ്റും. പഴയ നിയമത്തിൽ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് 70 പേർക്ക് മാത്രമേ കയറുവാൻ കഴിഞ്ഞുള്ളൂ. ഈ 2025 ഈ സന്ദേശം കേൾക്കുന്ന സഹോദര സഹോദരി, കൂടാരത്തിൽ കയറുവാൻ ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മലമായ രക്തം, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാക രക്തത്തിന്റെ അടുക്കൽ ചെല്ലുന്നവനെ ഇന്ന് രാത്രി കൂടാരത്തിനകത്ത് തമ്പുരാൻ കയറ്റും. ഇന്ന് വരെ വാസ്തവമായി രക്തത്തളിയിലെ ശുദ്ധീകരണം പ്രാപിച്ചിട്ടില്ലെങ്കിൽ തമ്പുരാനെ കൈവിട്ടു പോകാതെ, തകർന്നു പോകാതെ, ഓടിയത് വെറുതെയായി പോകാതെ ഇന്ന് രാത്രി ആ രക്തത്താൽ എനിക്കൊരു കഴുകൽ ആവശ്യമാണ്. ആ രക്തത്താൽ എനിക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്. ഈ രാത്രി ഈ സന്ദേശം ഒരു രക്ഷാ സന്ദേശമാക്കി കർത്താവ് തീർക്കുക. ഈ രാത്രി പ്രായം എത്രമായിക്കൊള്ളട്ടെ, ജീവിതത്തിൽ പ്രായം അതിക്രമിച്ചവരാകാം, നഷ്ടപ്പെട്ടു പോകല്ലേ പിതാവേ, മാതാവേ. ഈ രാത്രി ഒരു കഴുകലിനായി ഒരുങ്ങ്, ഒരു പ്രമാണത്തിന് വേണ്ടി വാ, ഒരു സത്യ ആരാധനയ്ക്ക് വേണ്ടി വാ. ഈ രാത്രി അതിനായി തയ്യാറാകുക. അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് എൻ്റെ വചന ശുശ്രൂഷ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, യഹോവേ, നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ആര് വസിക്കും? പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവൻ, രക്തത്തളി പ്രാപിച്ചവൻ,
ആരാധന വചനമനുസരിച്ച് നടത്തുന്നവൻ യഹോവയുടെ കൂടാരത്തിൽ കയറും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പാടിയാട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലകളെ വണക്കാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലവും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെട്ടല്ലോ. ഇതുവരെയും അനുഗ്രഹീതമായ ശുശ്രൂഷ ഇന്ന് പകലും രാത്രിയും ചെയ്ത കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റെജി ജോർജിനോടുള്ള കൊട്ടാരക്കര റെജി ജോർജിനുള്ള നന്ദി തരുണത്തിൽ സഭയുടെ പേരിൽ അറിയിക്കും. നമ്മുടെ തലകളെ ഒരു നിമിഷം വണക്കാം. ഒരു നിമിഷം കേൾക്കപ്പെട്ട വചനത്തിൻ്റെ മുൻപിൽ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. യഹോവയുടെ കൂടാരത്തിൽ ആരാണ് പാർക്കുന്നത്? അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് വളരെ നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടുന്ന ആ വചനങ്ങൾ ഇന്ന് രാത്രികാലം ശക്തമായി നമ്മോട് ഇടപെട്ട് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് ഹാലലി ഇടയാക്കിയതിനാൽ നമുക്ക് എല്ലാവർക്കും ദൈവത്തിന് സ്തോത്രം പറയാം. ഹാലലി ആർക്ക് അവിടെ പാർക്കുവാൻ കഴിയും? ആർക്ക് അവിടെ കയറുവാൻ കഴിയും? ഹാലലിയ അവിടേക്ക് ദൈവം വിളിച്ചതൊരു മോശയാണ്. കയറി വരിക എന്ന് ആ പർവ്വതത്തിലേക്ക് വിളിച്ച മോശയുടെ ചില ഗുണങ്ങൾ ഇന്ന് രാത്രികാലം കർത്താവിന്റെ ദാസനിലൂടെ നമുക്ക് ദൈവം തരുവാനിടയായി. വചനപ്രകാരം ദൈവത്തെ ആരാധിക്കുന്ന മോശ, പ്രമാണം അനുഷ്ഠിക്കുന്ന മോശ, മാത്രമല്ല യേശുവിൻ്റെ രക്തത്താൽ ഹാലലിയ കഴുകൽപ്പെടുന്ന തളിക്കൽ പ്രാപിക്കുന്ന മോശ, ഹാലലിയ തനിക്ക് ആ പർവ്വതത്തിൽ നിൽക്കുവാൻ ദൈവം അവസരം കൊടുത്തുവെങ്കിൽ ഹാലലിയ പുതിയ നിയമ സഭയുടെ അനുഭവത്തില് സ്വർഗീയ ആ പർവ്വതത്തിലേക്ക് കയറുവാൻ ഹാലലിയ അവസരം ലഭിക്കുന്നവരാരെന്ന് ആ വചനത്തിലൂടെ നമുക്ക് ശോധന ചെയ്യുവാൻ ദൈവം നമുക്ക് അവസരങ്ങളെ തന്നു. അനുദിനം കേൾക്കുന്ന വചനങ്ങള് ഹാലലിയ ആ വചനത്തിൽ ജീവിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആ വചനപ്രകാരം നമുക്ക് ആരാധിപ്പാൻ കഴിയുന്നുണ്ടോ? എവിടെയെങ്കിലും പാളിച്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് വചനം മുറുകെ പിടിച്ചുകൊണ്ട് പ്രമാണത്തിന് വേണ്ടി പ്രമാണത്തിൽ നിലനിന്നുകൊണ്ട് ലോകത്തിനൊപ്പം ഒഴുകുവാനല്ല, ലോകം കാണിക്കുന്നതെല്ലാം കാണിപ്പാനല്ല, പ്രമാണം ചട്ടങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമല്ല അനുദിനം യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചുകൊണ്ട് ഹാലേലിയ പർവ്വതത്തിലേക്ക് വിശുദ്ധ സ്ഥലത്തേക്ക് ഹാലേലിയ യേശുവിൻ്റെ പുണ്യാഹ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരായി നമുക്ക് വേണ്ടി ഒരുവൻ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് ഹാലേലിയ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ കയറിപ്പോയ ഒരുവൻ നമുക്ക് വേണ്ടിയിരുന്ന് അവിടെ പക്ഷപാതം ചെയ്യുന്നു. അനുദിനം ആ കർത്താവിൻ്റെ രക്തത്താൽ ആര് കഴുകൽ പ്രാപിക്കും? ആരാ രക്തത്താൽ വീണ്ടെടുക്കപ്പെടും? അവർക്ക് യേശുവിൻ്റെ സന്നിധിയിൽ നിൽപ്പാൻ കഴിയും. ഇന്ന് രാത്രികാലം നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 8ാമത്തെ രാത്രിയിൽ ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ നമ്മോട് വാദിപ്പാൻ ഇടപെടുവാനിടയായല്ലോ. കർത്താവിൻ ദാസനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കലയപുരം ചർച്ച് ഓഫ് ഗോഡിന്റെ ഹല്ലേലൂയ സ്തോത്രം പാസ്റ്ററായിരിക്കുന്ന കർത്തദാസനാണ്. ഹല്ലേലൂയ സ്തോത്രം പ്രിയ ഹല്ലേലൂയ റെജി പാസ്റ്റർ. ഹല്ലേലൂയ കർത്താവിന്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. താൻ കടന്നുപോയി ശുശ്രൂഷിക്കുന്ന എല്ലാ മണ്ഡലങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. താൻ ചെയ്യുന്ന എല്ലാ ദൈവപ്രവർത്തികളെയും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഉപവസിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായും ഒരു നിമിഷം സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ 21 ദിവസം പൂർണ്ണമായി ഭാഗികമായി ഒക്കെയും ഉപവസിക്കുന്നവര് ഇതിന്റെ മധ്യയിലുണ്ട്. എല്ലാവരെയും ദൈവം സഹായിക്കേണ്ടതിന് തുടർന്നും നടക്കുന്ന ഉപവാസ ദിനങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുവാൻ, ദൈവത്താൽ അയക്കപ്പെട്ട കർത്താവിന്റെ ദാസന്മാർ ഇവിടെ കടന്നു വന്ന് ശുശ്രൂഷിപ്പാൻ, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം, ദൈവശബ്ദങ്ങള്, ആലോചനകൾ ദൈവം നമുക്ക് തന്നെ ഹല്ലേലൂയ നമ്മെ ഹല്ലേലൂയ ആത്മാ അനുഭവത്തിൽ നിലനിർത്തുവാൻ, വഴി നടത്തുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കേണ്ടതിന് ഒരു നിമിഷം എല്ലാവരും ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഘോഷി ഫിലിപ്പ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. നമുക്ക് ഇടങ്ങളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ,
അനുഗ്രഹിക്കപ്പെട്ട രാത്രി വേളയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 8ാമത്തെ രാത്രിയിലും ഞങ്ങളോട് കരുണ കാണിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ തക്കവണ്ണം, ഞങ്ങളെ തന്നെ പ്രമാണമനുഷ്ഠിക്കുന്നവരാണോ എന്ന് പരിശോധിപ്പാൻ തക്കവണ്ണം നിരദാസനിലൂടെ കേൾപ്പിച്ച നല്ല ശബ്ദങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിനവും ഞങ്ങളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് നിർവൃതിയിൽ നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ വരവാതിൽക്കലായിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കേൾക്കേണ്ട ദൂത് ഞങ്ങൾ കേട്ടു. കൃത്യമായി ഞങ്ങളെ തന്നെ പരിശോധിച്ചുകൊണ്ട് വിശ്വാസ ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഉപവസിക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതികമായ എല്ലാ പുഷ്ടി അനുഗ്രഹങ്ങളും കൊടുക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങളായി സഭയിൽ വെച്ചിട്ടുള്ള സകല വിഷയങ്ങൾക്ക് മറുപടി തരണം. അനേക രോഗികളായി ഞങ്ങളുടെ നടുവിൽ ഭാരപ്പെടുന്നുണ്ട് കർത്താവേ, സ്തോത്രം. ഇന്ന് രാത്രിയിൽ അവരെ സന്ദർശിക്കണമേ. ഉറബ ഷമന ചുടാർബഷ് രോഗികളെ സൗഖ്യമാക്കി. ഉപവാസത്തിൻ്റെ പൂർത്തീകരണം ഒരു ദൈവശബ്ദത്തിൻ്റെ ആലോചനകളുടെ മാത്രമല്ല, ചിലത് പ്രാപിക്കുന്ന ദിവസങ്ങളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ തിരുവെഴുത്തുമായി നിന്ന് കർത്താവിൻ്റെ ദാസനെ ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിളിച്ച നാൾ മുതൽ കൃപയിൽ സൂക്ഷിക്കുന്നല്ലോ. അനേകരുടെ നടുവിൽ ദൈവശബ്ദമായി ഉപയോഗിക്കപ്പെടേണ്ടതിന്, അനേകരെ ഒരുക്കിയെടുക്കേണ്ടതിന്, സ്തോത്രം താൻ ശുശ്രൂഷിക്കുന്ന സഭയെ വർദ്ധിപ്പിക്കേണ്ടതിനൊക്കെ ആയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി തലമുണക്കിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം. അത്ഭുതകരമായ വിടുതലും ആശ്വാസം എല്ലാവർക്കും നീ പകർന്നുകൊണ്ട് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് ശുശ്രൂഷിച്ച എല്ലാ ദൈവദാസന്മാരെയും ഓർക്കുന്നു. വരും ദിവസങ്ങളിൽ വീണ്ടും ദൈവശബ്ദത്തിൽ നിന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെയും ശത്രു തടയാതെ വണ്ണം കർത്താവ് എല്ലാവരെയും സൂക്ഷിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യണമേ. തികഞ്ഞ ഒരു ആത്മസാന്നിധ്യം പ്രാപിച്ച് എഴുന്നേൽക്കുന്ന ഒരു ഉപവാസമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശേഷിച്ച് സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. രണ്ടുപേരെ അനുഗ്രഹിക്കണമേ, കൃപയിൽ പൊതിയണമേ. ഒരു വലിയ ശബ്ദ ഉപവാസത്തിന് ശേഷം ദൈവശബ്ദമായി വീണ്ടും പുറത്തു വന്ന് അനേകരെ നേടുവാൻ, ആത്മാവിൽ ശക്തമായി ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ വളർന്നു പോകുന്ന എല്ലാവരെയും വഴിയിൽ സൂക്ഷിക്കണമേ, കൃപയിൽ മറയ്ക്കണമേ. ഉപവസിക്കുന്നവരെ ബലപ്പെടുത്തണമേ. നിന്റെ വരവിനായി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കും. ഒരുമിച്ച് താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയോട് കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി അവനെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴിയെടുത്ത പരിശുദ്ധാത്മാവിന്റെ കൂട്ടം കാവലും സൂക്ഷിപ്പും ഈ കൂട്ടായ്മയിൽ സംബന്ധിച്ച് എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും സ്തോത്രം, പ്രത്യേകിച്ച് ഉപവസിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേലും പ്രാർത്ഥനാ വിഷയങ്ങളുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേലും എന്ന് വന്നേക്കും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. പ്രൈസ് ദി ലോർഡ്. നാളെ കൃത്യം 10:30 തന്നെ യോഗ നടപടികൾ ആരംഭിക്കും, യോഗം ആരംഭിക്കും. കർത്താവിന്റെ ദാസൻ ക്ലെമന്റ് ജോസ് നാളെ പകലും രാത്രിയും നമ്മുടെ മധ്യ ശുശ്രൂഷിക്കും. എല്ലാ ദൈവജനവും പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ കടന്നു വരിക.